ദൈവം നിങ്ങളെ നോക്കി പറയുന്നത് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നാ. അടുത്തിരിക്കുന്നവൻ പറയുന്നത് ശരിയാകുകയല്ലെന്നാ. പുറകെ ഇരിക്കുന്നവൻ പറയും ഇയാളൊക്കെ പ്രാർത്ഥിച്ച് എന്ത് കിട്ടുമെന്നാ. നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമുക്ക് നാട്ടിൽ മുഴുവൻ ഭയങ്കര വിലയാണ്. വീട്ടിൽ വരുമ്പം സ്വസ്ഥതയില്ലെങ്കിലോ ഒരു കാര്യമില്ല. നാട്ടിലൊന്നും നമുക്ക് വലിയ വിലയില്ലെങ്കിലും നമ്മുടെ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ നല്ല സമാധാനമാണേൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. വീട്ടിലോട്ട് പോകാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. ചുമ്മാ ഇരിക്കും ടൗണിലും അവിടെ ഇവിടെയൊക്കെ മിണ്ടിയും പറഞ്ഞ് ഫോൺ ചെയ്തും എന്തോ ഒരു സമാധാനമില്ല. സമാധാനമുള്ള വീട്ടിലേക്ക് ഓടിച്ചെല്ലാൻ കഴിയണം. സമാധാനം ദൈവം നൽകുന്നതാണ്. എന്നോട് ചിലർ വന്ന് പറയാറുണ്ട്, എൻ്റെ വീട്ടിലെ ഇന്നയാൾ ഇവിടെ വന്നില്ല, പുള്ളി ഒന്ന് വന്നായിരുന്നേൽ ആഗ്രഹമുണ്ട്. ഇഷ്ടമില്ലാത്തവർ വരണ്ട. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ബൈബിളിലുള്ള കാര്യമാണ് പറയുന്നത്. ഇത് ദൈവം ഒരുക്കുന്നൊരു സമയമാണ്. ദൈവം നൽകിയ ഒരവസരവുമാണ്. ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം തിരഞ്ഞെടുത്ത ചില സ്ഥലങ്ങളുണ്ട്, ചില വ്യക്തികളുമുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലവും സാഹചര്യവുമായിരിക്കും ഓരോരുത്തരെ സംബന്ധിച്ച് ഇത്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പുതിയ ദൈവപ്രവർത്തികൾ, ദൈവാനുഗ്രഹങ്ങൾ ഇന്നത്തെ വചന ശുശ്രൂഷകളിലൂടെയും ആരാധനയിലൂടെയും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാൾക്ക് ദൈവവചനം വിശ്വാസത്തോടെ കേൾക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബത്തെയും വിശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. വചനത്തിലൂടെ നമ്മെ വിശുദ്ധീകരിക്കാൻ പറ്റും. വചനത്തിലൂടെ നമ്മുടെ ഭവനത്തെ വിശുദ്ധീകരിക്കാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ടിത് പറയാനുണ്ട്. അവൻ വചനത്തെ അയച്ച് എല്ലാത്തിനെയും വിശുദ്ധീകരിച്ചു. വചനത്തെ ഒരു വലിയ വിശുദ്ധീകരണമായി വചനം മാറുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തെ ഇപ്പോഴൊന്ന് സമർപ്പിക്കുമോ? നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യത്തെ, ആ പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു സഹായമുണ്ടാകട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു സഹായം ലഭിക്കാനിടയാകട്ടെ. ആവർത്തിച്ചു പറയുവാണ്, ലോകത്തിലെ ഏറ്റവും വിലയുള്ളതാണ് സർവശക്തൻ്റെ അനുഗ്രഹം. സർവശക്തൻ്റെ അനുഗ്രഹം. നമുക്ക് നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്തെ ഓർത്തു നന്ദി. ദൈവമേ, അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട്, നന്മ കൊണ്ട്, സൗഖ്യങ്ങൾ കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളെ മനോഹരമാക്കണമേ. ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട്, അങ്ങ് നൽകുന്ന നന്മ കൊണ്ട്, അങ്ങ് നൽകുന്ന സൗഖ്യം കൊണ്ട് ഈ ദിവസത്തിന്റെ ശുശ്രൂഷകളെ മനോഹരമാക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ സംഭവിക്കുന്നത് ഒരു സാധാരണ കാര്യമായി മാറട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കുന്നത് ഇവിടെ ഒരു സാധാരണ കാര്യമായി മാറട്ടെ. അങ്ങനെയാണ് ഇവിടെ ദൈവം ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ദൈവപ്രവർത്തികൾ സാധാരണ കാര്യമായി മാറുകയാണ്. ദൈവം ഓരോ ശുശ്രൂഷകളെ മനോഹരമാക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. അനുഗ്രഹയിലെ ഈ അൾത്താരയിൽ കൈ വിരിച്ച് പിടിച്ചിരിക്കുന്നൊരു യേശുവുണ്ട്.
ആ കരങ്ങൾ നീട്ടിപ്പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ താഴെ നിന്ന് എനിക്കൊരു സാക്ഷ്യം പറയാൻ കഴിയണമേ. എല്ലാവരും മനസ്സുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് എനിക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരണമേ. എനിക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരണമേ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഈ പാട്ട് പാടുവാണ്. എന്നാൽ 2 ലൈൻ. ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കില്ല. 3 കാര്യങ്ങൾ കേട്ടെ. എൻ്റെ ദൈവം എന്നോട് പറയുന്ന 3 കാര്യങ്ങൾ. ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. എല്ലാവരും ചേർന്ന് ഒരുമിച്ചൊന്ന് പറയുവാണ്. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഒരു നാളും ഉപേക്ഷിക്കില്ല. ചേർന്ന് പറയുമോ? ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. ശബ്ദമുയർത്തി ഒരുമിച്ച് പാടുമോ? ഒരു നാളും മറക്കുകയില്ല, എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. വിശ്വസിച്ച് ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. ഹല്ലേലൂയ. നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയുവാണ്. ഇന്ന് ആദ്യ വെള്ളിയാഴ്ച ദിവസം ദൈവവചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ എത്രയോ ആളുകളാണ് വളരെ നേരത്തെ കരുതിക്കൂട്ടി പ്രാർത്ഥിച്ചിവിടെ വന്നത്. ഞാൻ ശുശ്രൂഷകരോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നത് കാണാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായല്ലോ. അപ്പം ഇങ്ങനെ ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നതും മനസ്സ് നല്ല ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നതും കാണുന്നത് തന്നെ അത് കാണാനും വേണം ഒരു ഭാഗ്യം. ഹല്ലേലൂയ. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കും, ഇവിടെ എന്താണ് ഇത്ര പ്രത്യേകത, എന്തിനാണ് ഈ പകൽ അവിടെ പോയിരിക്കുന്നത്, ഇവിടെ എങ്ങാനും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം തിരഞ്ഞെടുത്ത ചില സ്ഥലമുണ്ട്, ചില വ്യക്തികളുമുണ്ട്. അവിടെ നമ്മൾ ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ അനുഗ്രഹം മേടിച്ചെടുക്കുന്ന ആളുകളുമുണ്ട്. ഇത് ദൈവം തിരഞ്ഞെടുത്ത നല്ലൊരു അനുഗ്രഹമുള്ള സ്ഥലമാണ്. ഇവിടെ മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ദശാംശത്തിനോ സ്തോത്രക്കാഴ്ചകൾക്കോ പണപ്പിരിവുകൾക്കോ കെട്ടിട നിർമ്മാണത്തിനോ ഒന്നിനും പ്രാധാന്യമില്ല. ഈ ഉള്ളതൊക്കെയും മതി. നമ്മുടെ പ്രാധാന്യം ഇതാണ്. സങ്കടത്തോടെ വന്ന മനുഷ്യർ വിഷമത്തോടെ ഇവിടെ കയറി വന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോകാൻ പാടില്ല.
സ്വസ്ഥതയുള്ളൊരു മനസ്സോടെ, സമാധാനത്തോടെ, പ്രതീക്ഷയോടെ നിങ്ങൾ കയറി വന്ന അതേ വഴിയിലൂടെ ഇറങ്ങിപ്പോകുന്നത് കാണുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഹല്ലേലൂയ. ആ ഒരു സമ്പത്ത്, ആ ഒരു ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. സമൂഹത്തിൽ ഉയർന്നവരും വലിയ നിലകളിൽ ജോലി ചെയ്യുന്നവരും ഡോക്ടർമാരും ഒക്കെയും ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ എന്ന ആളുടെ, ആ മന്ത്രിയുടെ അമ്മ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ലീലാമ്മ എന്ന സഹോദരി ആ മന്ത്രിയുടെ അമ്മയാണ്. ഇവിടെ ഇന്നലെയും ഇന്നുമൊക്കെ പ്രാർത്ഥനയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ആ ദേശത്ത് ഇടുക്കിയിൽ നിന്ന് ഈ സ്ഥലത്ത് ഇങ്ങനെ വരാനൊരു കാരണം ഇവിടെ എല്ലാ ദിവസവും പറയുന്ന വചനമാണ്. ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ, അല്ലെങ്കിൽ വ്യാഴാഴ്ചയായാലും വെള്ളിയാഴ്ചയായാലും, ചില മുഖങ്ങളെ മറന്നു പോകില്ല, മനസ്സിൽ നിന്ന് പോകില്ല. അവരെ നാളെ ഓർക്കും, നാളെ കഴിഞ്ഞ് ഓർക്കും, ചില സമയങ്ങളിലെല്ലാം ഓർക്കും. എല്ലാവരെയല്ല, നമ്മുടെ മുമ്പിൽ വന്ന് സങ്കടപ്പെട്ട് ഒന്നും പറയാതെ സ്റ്റക്കായി നിന്ന ചില മുഖങ്ങളുണ്ട്. നമ്മുടെ അടുത്തിങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നേച്ച് അവരൊന്നും മിണ്ടത്തില്ല. അവർ 2 സെൻറ്റൻസൊക്കെ പറഞ്ഞ് അവിടെ തല താഴ്ത്തിയിരിക്കും, മുഖം മറയ്ക്കും, തുവാല കൊണ്ടോ ഷോള് കൊണ്ടോ ഒക്കെ മുഖം പൊത്തിയിരിക്കും. എന്നിട്ട് അവർ പറയും, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പറയണമെന്ന് ആഗ്രഹിച്ചാൽ വന്നേ. അവരെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും അവരുടെ മുഖവും അവർ പറഞ്ഞ കാര്യവും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ മുഖങ്ങളെയും നാളെ ഓർക്കും എന്നെനിക്കറിയില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ നിങ്ങളിവിടുന്ന് പോയാലും ഓർക്കും. അങ്ങനെയുള്ള മുഖങ്ങളുണ്ട്. അങ്ങനെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ആ മുഖങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അത് ദൈവാനുഗ്രഹമായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്, ഇത് നിങ്ങളോട് പറയുന്നത്. ദൈവത്തിൻ്റെ ഇന്ന് നിങ്ങൾ വചനം കേൾക്കുമ്പോഴേ നല്ല ഒരാഗ്രഹത്തെ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യത്തെ മനസ്സിൽ കാണണം. ഞാനും ഇപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇത് ഒരു പെയിൻറ്റിംഗ് ഒന്നുമല്ല, ഇത് സാധാരണ ഒരു ഫ്ലെക്സാണിത്. ഇത് ഫ്ലെക്സാണ്. ഇത് 10 വർഷമായി ഈ ഫ്ലെക്സ്. ഇതിങ്ങനെ മാറ്റാറായില്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. പക്ഷെ നിങ്ങൾ ഈ ഫ്ലെക്സ് ആയാലും യേശുവിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളെവിടെ ഇരുന്നാലും നമ്മളെ തന്നെ നോക്കുന്ന പോലെ തോന്നും. എവിടെ ഇരുന്നാലും, ഏത് മൂലയ്ക്ക് പോയിരുന്നാലും, ഈ സൈഡിൽ ഇരുന്നാലും, എവിടെ നമ്മളെ ശ്രദ്ധിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. കർത്താവേ, അനുഗ്രഹീയ ആലയത്തിൽ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന ആ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, ആ കരങ്ങൾക്ക് താഴെ നിന്ന് എനിക്കൊരു സാക്ഷ്യം പറയാൻ ഒരു ഭാഗ്യം തരണമേ. അതിനൊരു ഭാഗ്യം ദൈവം ഓരോരുത്തർക്കും ഒരുക്കും. പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രാജ്യങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാകണം. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരും അവിടെയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് മനുഷ്യർ ടെൻഷനോടെ ആയിരിക്കുവാണ്. ഭയം, എന്തെങ്കിലും പറ്റുമോ, അപകടം പറ്റുമോ, യാത്ര ചെയ്യാൻ പേടി, ബങ്കറിലിരിക്കുന്നവർ, യുദ്ധം ശക്തമായി നിലകൊള്ളുന്ന സാഹചര്യങ്ങൾ. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നൊരു കാര്യമാണ് ഈ ശുശ്രൂഷയുടെ സമയത്ത് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്കാർക്കും ഒരു ദോഷവും വരരുത്, ഒരു അപകടവും വരരുത്, ഒരു പരിക്കും ഉണ്ടാകരുത്. എല്ലാവരും ഏതു രാജ്യത്താണേലും അവർ സുരക്ഷിതരായിരിക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം. നമ്മുടെ പ്രിയപ്പെട്ടവർ ആ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. പഠിക്കാൻ പോയതായിരിക്കും, ജോലിക്ക് പോയതായിരിക്കും. കർത്താവേ, ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം
ഞങ്ങൾ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾ തമ്മിൽ സമാധാനമുണ്ടാകണം. വഴക്കുകളും അകൽച്ചകളെല്ലാം മാറാൻ പ്രാർത്ഥിക്കുന്നു. ആ രാജ്യങ്ങളിൽ ഞങ്ങളുടെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, അയൽവാസിയുണ്ട്, മിത്രങ്ങളുണ്ട്, പരിചയക്കാരുണ്ട്. അവരൊക്കെ ഫോൺ വിളിച്ചപ്പോൾ, മെസ്സേജ് അയച്ചപ്പോൾ നമ്മളോട് പ്രാർത്ഥന ചോദിച്ചു കാണും. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ലോക സമാധാനത്തിനായി. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കാർക്കും ഒരു ദോഷവും വരത്തില്ലെന്ന്, ഒരു അനർത്ഥവും വരത്തില്ലെന്ന്, ഒരു തിന്മയും വരത്തില്ലെന്ന്, ഒരു പരിക്കും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. അങ്ങയുടെ ഉള്ളം കയ്യിൽ പൊന്നുപോലെ അവരെ കരുതണമേ. പ്രാർത്ഥിച്ചേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ ഉള്ളം കയ്യിൽ പൊന്നുപോലെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ പോയവരെ, ജോലിക്ക് പോയവരെ അങ്ങയുടെ ഉള്ളം കയ്യിൽ പൊന്നുപോലെ, സ്വർണം പോലെ കരുതേണമേ, പൊന്നുപോലെ സൂക്ഷിക്കണമേ. ആമേൻ. ഒരു കരം ഉയർത്തി എല്ലാവരും ഒന്ന് ആ പ്രാർത്ഥനയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്താം. ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ വചനത്തിന് ഒരു നല്ല അർത്ഥമുണ്ട്. വചനം കേൾക്കാൻ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കി ഈ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഒരു കാര്യമാണ്, നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അനുഭവിക്കാനുള്ള ഭാഗ്യം. എന്താണ്? നമ്മൾ ഒത്തിരി ആളുകളെ പരിചയപ്പെട്ടു. അവർ വലിയ മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. പക്ഷെ അവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യം അനുഭവിക്കാൻ ഭാഗ്യമില്ല. നല്ല മിടുക്കനായിരുന്നു, എന്നും ആയില്ല, എവിടെ എത്തിയില്ല. നല്ല മിടുക്കിയായിരുന്നു, ക്ലാസ്സിലെ ടോപ്പായിരുന്നു, റാങ്കുകാരിയായിരുന്നു. പക്ഷേ ലൈഫിൽ ഒട്ടും സ്വസ്ഥതയില്ല, സമാധാനമില്ല. 1ാം റാങ്കുകാരിയായ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞത്, അവൾക്ക് ഭയങ്കര മാർക്ക്, സ്കൂളിൽ ഭയങ്കര അപ്രിസിയേഷൻ. പക്ഷേ ഒരു ചെറിയ ടെൻഷൻ വന്നപ്പോൾ 3ാം നിലയിൽ നിന്ന് ചാടി മരിച്ചു. നിങ്ങൾ പേരൊന്നും ഞാൻ പറയുന്നില്ല, പത്രങ്ങളിലൂടെയൊക്കെ വായിച്ച വാർത്തയാണ്. അവരുടെ പ്രിയപ്പെട്ട ഒരാളെ ഞാൻ കണ്ടു കുറച്ച് നാളുകൾക്ക് മുമ്പ് ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ. ആ വീട്ടിലെ ഒരാളെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളായിരുന്നു, എല്ലാ റാങ്കുകാരിയാണ്, ഭയങ്കര മിടുക്കിയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ എല്ലാം തവിടുപൊടിയായി. എല്ലാവരും ഇന്ന് ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുക, അനുഭവിക്കാനുള്ള ഭാഗ്യം. അത് ദൈവം തരുന്നതാ. വാക്യം വായിക്കുകയാണ്, സഭാപ്രസംഗകൻ്റെ പുസ്തകം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇത് ഇവിടെ ഇരിക്കുന്ന 5 പേര് പ്രാർത്ഥിക്കേണ്ടതല്ല. ഇവിടെ എത്രായിരം ആളുകളുണ്ടോ അത്രയും ആളുകൾ, അത് ചെറുപ്പക്കാരാകാം, ചെറുപ്പക്കാരികളാകാം, പ്രായമായവരാകാം, ഇടത്തരക്കാരാകാം, എല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അനുഭവിക്കാനുള്ള ഭാഗ്യം. നമ്മൾ ചിലരെ കുറിച്ച് പറയും, പുള്ളിക്കെല്ലാം ഉണ്ട്, കഷ്ടം. അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഇല്ലാണ്ടായിപ്പോയി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനുഭവിക്കാനുള്ള ഭാഗ്യം. വാക്യം വായിക്കുകയാണ്, സമ്പത്തും, ശ്രദ്ധിച്ചു വായിച്ചോ, സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും. കണ്ടോ, രണ്ടും തമ്മിൽ ചേർന്ന് കിടക്കുവാണ്. സമ്പത്ത്, സമൃദ്ധി, ഇത് രണ്ടും പോരാ, പ്ലസ് അത് അനുഭവിക്കാനുള്ള കഴിവ്. ഇതാര് കൊടുക്കുന്നതാ? കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും. അപ്പൊ ഇതാരാ അനുഗ്രഹിക്കുന്നത്? ഈ ഒരു അനുഗ്രഹം ആരാ തരുന്നേ? എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മൾ വിചാരിക്കും എങ്ങനെയും പണം ഉണ്ടായാൽ മതി, എങ്ങനെയും വീടുണ്ടായാൽ മതി. അത് മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം. അനുഭവിക്കാനുള്ള ഭാഗ്യം. നല്ല ജീവിതം അനുഭവിക്കാൻ ഭാഗ്യമില്ല. എല്ലാം ഉണ്ട്, പക്ഷേ വീടിനകത്ത് സന്തോഷമില്ല, അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല. അനുഭവിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഒന്നും കൂടെ വായിക്കുകയാണ്, സമ്പത്തും സമൃദ്ധിയും. അത് ഏതൊക്കെ? സമ്പത്ത്,
സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തി. അപ്പൊ ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കുന്നതാണ് അനുഭവിക്കാനുള്ള കഴിവ്. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ പഠിക്കാൻ എങ്ങനെയും മാർക്ക് കിട്ടിയെന്ന് മാത്രമല്ല, ദൈവമേ അവർക്ക് ജീവിതം ആ നന്മ അനുഭവിക്കാനുള്ള ഭാഗ്യം തരണമേ. എങ്ങനെയും വിവാഹം നടന്നാൽ മതി എന്ന് മാത്രം പോരാ, ദൈവമേ അവരുടെ ജീവിതം അതനുഭവിക്കാനുള്ള ഭാഗ്യം വരണം. തമ്മിൽ തല്ലി ചേതറി വഴക്കുണ്ടാക്കി പ്രശ്നമായി പ്രതിസന്ധിയായി ഒരു സമാധാനമില്ല. അതല്ല അനുഭവിക്കാനുള്ള ഭാഗ്യം. അത് ചോദിച്ചു വാങ്ങണം. എനിക്കിതിനെക്കുറിച്ചൊക്കെ ബോധ്യമുണ്ടായത് പഠിച്ചപ്പോഴല്ല, പലരുടെയും ജീവിതം കണ്ടും കേട്ടും അറിഞ്ഞും ദൈവവചനം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമ്പത്തും സമൃദ്ധിയും മാത്രം പോരാ, അനുഭവിക്കാനുള്ള ഭാഗ്യം. അനുഭവിക്കാനുള്ള ഭാഗ്യം അത് ദൈവം കൊടുക്കുന്ന ഓരോ വ്യക്തിയും തന്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. അധ്വാന ഫലം ആസ്വദിക്കും. അവൻ അധ്വാനിക്കുന്നത് അനുഭവിക്കും. അവന്റെ അധ്വാന ഫലം അനുഭവിക്കും. ഇനി അടുത്തൊരു കുഞ്ഞു വാക്കുണ്ട്, അത് വായിച്ചേ. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഉറക്കെ വായിച്ചേ. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇത് ഏത് സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് ദൈവം തരുന്ന ദാനമാണ്. ഇത് ആർക്ക് വേണം? ഈ പ്രസംഗിക്കുന്ന എനിക്ക് വേണം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് വേണം. ഇല്ലെങ്കിൽ എന്നറിയോ, അത് അനുഭവിക്കാനൊക്കത്തില്ല. എന്നും സങ്കടം, എന്നും അസ്വസ്ഥത, ഒരു സമാധാനവും മനസ്സിനില്ല. എന്തോ ഒരു കുറവുണ്ട്, അനുഭവിക്കാനുള്ളൊരു കഴിവ് കുറവുണ്ട്, യോഗ്യത കുറവുണ്ട്. ഇന്ന് തൊട്ട് പ്രാർത്ഥിച്ചേ, കർത്താവേ എനിക്ക് തന്ന എൻ്റെ കുടുംബജീവിതം, എനിക്ക് തന്ന എൻ്റെ മക്കൾ, എൻ്റെ വരുമാന മാർഗങ്ങൾ, എൻ്റെ സമ്പത്ത്, അങ്ങ് എനിക്ക് തന്ന ദൈവിക കൃപകൾ, എൻ്റെ വിശ്വാസ ജീവിതം, അതിനെല്ലാം കൂടി ഒരു കാര്യം, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം. ഒന്നും കൂടെ ആ വാക്യം വായിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. 19ാമത്തെ വാക്യം. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും തന്റെ ഈ അവസ്ഥയെ മാനിക്കുകയും ആ വാക്കാണ്, അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് കർത്താവിന്റെ ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ഈ ദാനമായിട്ട് വേണം ഇന്ന് ഈ ദിവസം ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ ഭവനത്തിലേക്ക് പോകാൻ. എവിടെ നിന്ന് വന്നവരാകട്ടെ, ഈ ഒരു ദാനം സ്വീകരിക്കുന്ന ദിവസമായി ഇന്ന്. ഒരു കരമുയർത്തി പറയുമോ? ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതിന് മനസ്സിലാക്കി തരാൻ എടുക്കുന്ന വചനമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കുവാണ്. ഒരാൾക്കെല്ലാം കിട്ടി, പക്ഷെ പുള്ളിക്ക് അത് അനുഭവിക്കാൻ കൊണ്ടില്ല. പുള്ളി അവിശ്വസിച്ചു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും കാര്യം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇനി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇനി ഈ വ്യക്തി മാറൂല, ഈ വ്യക്തി ഇനി ഒരിക്കലും നന്നാകില്ല, ഇനി ഒരിക്കലും ശരിയാകില്ല. അങ്ങനെ ആരെക്കുറിച്ചെങ്കിലും ഓർക്കുകയോ, ഇനി ഈ രോഗം സുഖമാവൂല, ഇനി ഈ വ്യക്തി മാനസാന്തരപ്പെടില്ല, അങ്ങനെ ചിന്തിക്കരുത്. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അങ്ങനെ പറഞ്ഞ് നമ്മൾ വിധി പറയരുത്. ഒരു വാക്യം വായിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. എലീശ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കുമോ? എലീശ ഒരു പ്രവാചകനാണ്. എലീശ പറഞ്ഞു, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. എന്ത് കേൾക്കാനാ പറഞ്ഞേ? ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുവിൻ. അത് കേൾക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നേ. ഒരു പരിപാടി കാണാൻ വന്നതല്ല, ഒരു സ്റ്റേജ് ഷോ കാണാൻ വന്നതല്ല, ഒരാളുടെ ഒരു പ്രകടനം കാണാൻ വന്നതല്ല, അതിൻ്റെ വിലയിരുത്താൻ വന്നതല്ല. നിങ്ങൾ കൊതിയുള്ളൊരു മനസ്സോടെ വന്നത് എലീശ പറഞ്ഞതുപോലെ ദൈവവചനം കേൾക്കാൻ വന്നതാണ്. ദൈവവചനം കേൾക്കുവിൻ, ശ്രദ്ധിക്കുവിൻ. അവിടുന്ന് അരുൾ ചെയ്യുന്നു, അവിടുന്ന് പറയുന്നു. ഇനി കേട്ടോണം, ശ്രദ്ധിക്കണം. നാളെ ഈ നേരത്ത്, നാളെ ഈ സമയമാകുമ്പം
സമരിയായുടെ കവാടത്തിൽ സമറിയ പട്ടണത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും ഒരു അളവ് നേരിയ മാവ് ഒരു 1 ശെക്കലിനും 2 അളവ് ബാർലി 1 ശെക്കലിനും വിൽക്കപ്പെടും. ഇങ്ങനെ ഒരു സംഭവം നാളെ നടക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആര് പറഞ്ഞു? എലീശ പറഞ്ഞു. നാളെ ഈ നേരമാകുമ്പം ഇതുപോലെ ഒരു നേരിയ മാവ് ശെക്കലിനും 2 അളവ് ബാർലി 1 ശെക്കലിന് വിൽക്കപ്പെടും. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഞാൻ വായിക്കാം. രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. രാജ്യം ഭരിക്കുന്ന മനുഷ്യൻ, പ്രധാനപ്പെട്ട ആൾ, ഒരു പടനായകന്റെ തോളയിൽ ഇങ്ങനെ ചാരി നിൽക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. നമ്മളൊരാളുടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചാരി, സൗഹൃദത്തിൽ ചാരി നിൽക്കുന്ന പോലെ രാജാവ് പടനായകന്റെ തോളയിൽ ഇങ്ങനെ ചാരി നിൽക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. നാളെ ഈ നേരമാകുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന്. അപ്പോൾ പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു. അപ്പോൾ ഈ പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, ഇതൊന്നും നടക്കൂല, നിങ്ങൾ ചുമ്മാ പറയണ്ട, ഇതൊന്നും ശരിയാകൂല എന്ന് പറഞ്ഞു. വായിക്കാം. കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? ഇതൊക്കെ നടക്കുവോ? എന്നിട്ട് പറയും, ഒരു നേരിയ മാവ് 1 ശെക്കലിനും 2 ബാർലി 2 ശെക്കലിനും 1 ശെക്കലിനും വിൽക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്ത് പടനായകൻ പറയുക, ഇതൊക്കെ നടക്കുവോ? ദൈവപുരുഷ, ഇതൊക്കെ നടക്കുവോ? ദൈവം ഇനി ആകാശത്തിനെ അങ്ങോട്ട് 2ആയിട്ടങ്ങ് തുറന്നാ വരെ ഇതൊക്കെ നടക്കുവോ? നിങ്ങൾ ഏതെങ്കിലും കാര്യം ഓർത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? വല്ലതും നടക്കുമോ? ഇതൊക്കെ ശരിയാവുമോ? എൻ്റെ ഈ പ്രശ്നം മാറുമോ? വിശ്വസിക്കുമെങ്കിൽ ദൈവപ്രവർത്തികൾ നിങ്ങൾ കാണും, അത് അനുഭവിക്കുകയും ചെയ്യും. ഇപ്പൊ ഈ പടനായകൻ പറഞ്ഞു, ഇതൊക്കെ നടക്കുവോ? ആരോടാ പറഞ്ഞു? രാജാവിനോടല്ല, ദൈവപുരുഷനോട് പറഞ്ഞു, ഇതൊക്കെ നടക്കുവോ? ചുമ്മാ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയല്ലേ ഇത്. ഇതൊക്കെ നിങ്ങൾ ചുമ്മാ ഈ വലിയ വർത്താനം പറയരുത്, ഇതൊന്നും നടക്കുകയല്ലെന്ന് ആര് പറഞ്ഞു? പടനായകൻ പറഞ്ഞു. എലീശ പ്രതിവചിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും. നീ വേറൊരാളുടെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും. നീ ആ നന്മ കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. നീ അത് അനുഭവിക്കില്ല. നിനക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല. നീ അത് കാണും, പക്ഷെ അനുഭവിക്കത്തില്ല. നോക്ക്, വിശ്വസിക്കുന്നവനെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ കാണാനും അത് അനുഭവിക്കാനും പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്നവരിലെ അത് യാഥാർത്ഥ്യമാകത്തുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ വാക്ക് കേട്ടോ, സഭാപ്രസംഗന്റെ പുസ്തകത്തിലെ അതേ വാക്കാ. നീ കാണും, അനുഭവിക്കില്ല എന്ന് പറഞ്ഞു. ഇനി 27-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഈ ദൈവപുരുഷൻ പറഞ്ഞത് സംഭവിച്ചു, പക്ഷെ പുള്ളി അനുഭവിച്ചില്ല, പുള്ളി വിശ്വസിച്ചില്ല. ഇവിടെ ഇരുന്ന് നിങ്ങൾ വിചാരിക്കുകയെന്നിരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കും, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ആ കുഞ്ഞിനെ ലഭിക്കും, അല്ലെങ്കിൽ ആ സാമ്പത്തിക പ്രതിസന്ധി മാറും, ആ ജോലി കിട്ടും എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുക. എങ്കിൽ നിങ്ങളത് കാണുക മാത്രമല്ല, അത് അനുഭവിക്കുക കൂടി ചെയ്യും. അതേസമയം നിങ്ങൾ ചിന്തിക്കുക വന്നിരിക്കട്ടെ, ഇതൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ വല്ലതും നടക്കുമോ? ചുമ്മാ ഇയാൾക്കിങ്ങനെ മൈക്ക് കിട്ടി ഇങ്ങനെ മണിക്കൂറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ശരിയാകുമോ? അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ അവിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നിനക്കത് നന്മയാകത്തില്ല. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ കാണുക മാത്രമല്ല, അത് അനുഭവിക്കാൻ ദൈവം ഒരു ഭാഗ്യം തരും. വാക്യം 17-ാമത്തെ വാക്യം വായിക്കണം. ദൈവപുരുഷൻ പറഞ്ഞത് സംഭവിച്ചു. 17-ാമത്തെ വാക്യം. രാജാവ് തന്റെ അംഗരക്ഷകനെ പടിവാതിലിന്റെ ചുമതല ഏൽപ്പിച്ചു. രാജാവ് അംഗരക്ഷകൻ എന്ന് പറഞ്ഞാൽ മുമ്പേ ഈ സംശയിച്ച പുള്ളിനെ എന്തേൽപ്പിച്ചു? പടിവാതിലിന്റെ ചുമതല. ആ വാതിലിന് അവിടെ തോക്കുമായിട്ട് അവിടെ നിർത്തി കാവല് നിയോഗിച്ചു. പടിവാതിൽക്കൽ തിങ്ങിക്കൂടിയ ജനം ചവിട്ടി മെതിച്ച് അവൻ മരിച്ചു. തന്റെ അടുത്ത് വന്ന രാജാവിനോട് ദൈവപുരുഷൻ പറഞ്ഞിരുന്നത് പോലെ സംഭവിച്ചു. പുള്ളി ഈ കാര്യങ്ങളെല്ലാം കണ്ടു, പക്ഷേ അത് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായാലും പുള്ളി മരിച്ചുപോയി, ചവിട്ടിക്കൊന്നു എന്നാണ്. ഇനി 18-ാമത്തെ വാക്യം. ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞു.
ദൈവപുരുഷൻ രാജാവിനോട് 2 അളവ് ബാർലി 1 ഷെക്കലിനും 1 അളവ് നേരിയ മാവ് 1 ഷെക്കലിനും നാളെ ഈ സമയം സമറിയാക്കാരുടെ ഗേറ്റിന്റെ അവിടെ വിൽക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് സംഭവിക്കുമോ എന്ന് ഈ പടത്തലവൻ ദൈവപുരുഷനോട് ചോദിച്ചിരുന്നു. അതിന് ദൈവപുരുഷൻ, നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും, എന്നാൽ നീ അത് കഴിക്കില്ല, നീ അത് ഭക്ഷിക്കില്ല എന്ന് ഉത്തരം നൽകി. അങ്ങനെ അത് സംഭവിച്ചു. ജനം പടിവാതിൽക്കൽ അവനെ ചവിട്ടി മെതിച്ചു. അവൻ മരിച്ചുപോയി. കണ്ടു, പക്ഷെ അനുഭവിച്ചില്ല. നിങ്ങളിവിടെ ഇന്ന് ശുശ്രൂഷ കൂടുമ്പോൾ സംശയത്തോടെ ഇരിക്കും. നമ്മുടെ കണ്ണിന് കുഴപ്പമുണ്ട്, നിങ്ങളുടെ കണ്ണിനും കുഴപ്പമുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ കുഴപ്പങ്ങളെ കാണൂ, കുറവേ കാണൂ, പ്രശ്നങ്ങളെ കാണൂ, ആ വ്യക്തിയുടെ കുറവേ കാണൂ. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഇവിടെയുള്ള ഒത്തിരി കുറവുകൾ കാണും, എന്നിലുള്ള കുറവ് കാണും. നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കുറവുകളെ കാണൂ. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്ക്, അവിടെ അനുഗ്രഹങ്ങളെ കാണാൻ പറ്റും. കാണുക മാത്രമല്ല, അത് അനുഭവിക്കാൻ കൂടി ഭാഗ്യമുണ്ടാകും. ഇത്രയും പറഞ്ഞത് മനസ്സിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഒരു നിമിഷമായി ഇരിക്കുന്ന സ്ഥലത്തൊന്ന് ഇരുന്നേച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പറഞ്ഞ് അനുഭവിക്കാനുള്ള ഭാഗ്യം. അത് ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ അതൊരാൾക്ക് ആവശ്യമാണ്. വീടുണ്ടായി, പക്ഷെ വീട്ടിൽ താമസിക്കാൻ ഭാഗ്യമില്ല. മക്കളൊക്കെ ഉണ്ട്, പക്ഷെ മക്കളുടെ കല്യാണം നടന്ന് കാണാൻ പുള്ളിക്ക് ഭാഗ്യമില്ല. അവരുടെ മക്കളെ, കൊച്ചുമക്കളെ കാണാൻ ഭാഗ്യമില്ല. എല്ലാം ഉണ്ടായാൽ പോരാ, എല്ലാം ഉണ്ടായാൽ പോരാ, സമ്പത്തും സമൃദ്ധിയും മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി. അത് ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിന്റെ ദാനമാണ്. ഇതാ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞില്ലേ, ഇതൊക്കെ നടക്കുവോ എന്ന് ഈ ദൈവപുരുഷനോട് ആ പടനായകൻ ചോദിച്ചു. ഇതൊക്കെ നടക്കുവോ ദൈവപുരുഷ? നിങ്ങൾ ഈ മനുഷ്യനെ പറ്റിക്കുന്ന പണിയൊക്കെ നിർത്തി വേറെ പണിക്ക് പോ എന്നാണ് പടനായകൻ പറഞ്ഞത്. പക്ഷേ ദൈവപുരുഷൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. പക്ഷെ പുള്ളി അത് കണ്ടു, പടനായകൻ അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അകത്തും താഴെയും ചാപ്പലിലും വരാന്തയിലും ഒക്കെ വിരിക്കുന്ന എല്ലാ ജനങ്ങളും, എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എനിക്ക് നന്മ, ദൈവം തരുന്ന അനുഗ്രഹം കാണാൻ വേണ്ടി മാത്രമല്ല, അത് അനുഭവിക്കാൻ ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ച്, അനുഭവിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ച്, അനുഭവിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ച്. ഇത് പറയാനുള്ള കാരണം എന്നറിയാമോ? ശ്രദ്ധിക്കണം കേട്ടോ ഒരു നിമിഷം. ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾ പറയും, എൻ്റെ മകൻ ഞങ്ങൾ ഒത്തിരി സ്നേഹിച്ചവനെ വളർത്തി, ഇപ്പോൾ വിളിക്കുന്നില്ല, അവൻ വേറെ രാജ്യത്ത് രജിസ്റ്റർ മാരേജൊക്കെ കഴിഞ്ഞ് അവിടെ ജീവിക്കുക. അത് ശരി, നിങ്ങളെ വിളിച്ചില്ലേ? ഒന്നും പറഞ്ഞു പോലും ഇല്ല. വേറെ രാജ്യത്ത് പോയി അവരവിടെ കല്യാണമൊക്കെ ജീവിക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് ആ പിള്ളേരുടെ വിവാഹം കൂടാൻ പോലും ഭാഗ്യം ഉണ്ടായില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. മക്കളുടെ നന്മ കാണാൻ മാതാപിതാക്കൾക്ക് ദൈവഭാഗ്യം വേണം, അത് ചോദിച്ചു വാങ്ങണം. മക്കളെ കാണാൻ ഭാഗ്യമുള്ള കണ്ണുകൾ വേണം, ഭാഗ്യമുള്ള ആയുസ് വേണം. ഇതെല്ലാവരും ഇത് നിസ്സാര കാര്യമായി കാണരുത്. നമുക്കൊരു നിമിഷം ഇതൊന്ന് പ്രാർത്ഥിക്കുവാണ്. എല്ലാം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഇത് എത്രമാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, എത്രമാത്രം സ്വീകരിക്കാൻ കഴിയുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ ഇതൊരു അനുഗ്രഹമാണ്. ഇത് ഞാനും പ്രാർത്ഥിക്കുവാണ്, കർത്താവ് എനിക്ക് ശുശ്രൂഷകൾ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം തരണമേ. എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിക്കൊണ്ടിരുന്നാൽ പോരാ, അത് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം തരണമേ. എല്ലാ കരങ്ങളും സാധ്യമായിടത്തോളം ഒന്ന് ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹത്തിൻ്റെ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം വേണം. അനുഭവിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, അനുഭവിക്കാനുള്ള ഭാഗ്യം, അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച്, കർത്താവെ അനുഗ്രഹിക്കണമേ, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം തരണമേ, അനുഭവിക്കാനുള്ള ഭാഗ്യം തരണമേ, അനുഭവിക്കാനുള്ള ഭാഗ്യം തരണമേ. അത് ദൈവത്തിന്റെ ദാനമാണ്. ഉറക്കെ വിളിച്ച് യേശുവേ, ജീസസ്, ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നു. അത് അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ, 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 ഹല്ലേലൂയ.
നിങ്ങൾക്കിത് പ്രധാനപ്പെട്ടൊരു കാര്യമായി ചിന്തിക്കുന്നോ? പ്രധാനപ്പെട്ടൊരു കാര്യമായി ചിന്തിക്കുന്നോ? ഞാൻ 1-2 അനുഭവങ്ങൾ വേഗത്തിൽ ഒരു അനുഭവം പറയാം. ഒരാൾക്ക് വീടില്ല, വീടില്ല. വീടിന് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് നല്ലൊരു വീട് കിട്ടി. പക്ഷേ ആ വീട്ടിൽ ആദ്യം നടന്നത് ഒരു ശവോടക്കാണ്. കല്യാണമല്ല നടന്നത്, സന്തോഷമുള്ള കാര്യത്തിനല്ല പന്തലിട്ടത്, ഭയങ്കര വേദനയുള്ളൊരു കാര്യത്തിനാണ് മുറ്റത്ത് പന്തലിടുന്നത്. ആ ദിവസം ആ വീട്ടിലെ ആളുകൾ പറഞ്ഞതാ, ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ വീട് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം മുന്നിൽ നിന്ന് വീടൊക്കെ പണിതു, പക്ഷേ ആ വീട്ടിൽ അധികം ദിവസം താമസിക്കാൻ കൊണ്ടില്ല. ആ വീടിൻ്റെ ആ സന്തോഷം, ആ വീട് ഒന്നുമില്ലാത്ത ഇടിഞ്ഞു പൊളിഞ്ഞു പോകാറായ ഒരു വീട്ടിൽ നിന്ന് നല്ലൊരു വീട്ടിൽ, ആ വീട്ടിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം, ആ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. ഒരു വാഹനം മേടിക്കുമ്പോൾ വാഹനം ഒന്നൊന്നുമല്ല, ആ വാഹനത്തിൽ യാത്ര ചെയ്യാൻ, ആ വാഹനത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം, ദൈവമേ ആ നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ ആ നന്മ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. നല്ല ബന്ധങ്ങൾ ചിലർ പിണക്കിക്കളയും, അതിലൂടെ ഒരു നല്ല ഭാഗ്യം ആ വ്യക്തി അനുഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ അതിനുമുമ്പ് തന്നെ ദേഷ്യവ 2 ഡയലോഗ് അങ്ങ് പറഞ്ഞു, അത് പിണക്കമായി, അവരിപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ദൈവം നൽകുന്ന നല്ല ബന്ധമായാലും, നല്ല വീടായാലും, നല്ല മനുഷ്യരോടുള്ള ബന്ധമായാലും നിങ്ങൾ പ്രാർത്ഥിക്കണം, അതെനിക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഇപ്പോൾ സമ്പത്തുള്ളവർ ചിന്തിക്കും, അതെന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരാൾക്ക് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു, പക്ഷേ ആ മക്കളിൽ ഒരാൾ ഭയങ്കര ഉഴപ്പ്. അവനില്ലാത്ത കേസില്ല, ഇല്ലാത്ത വള്ളിക്കെട്ടുകൾ, എല്ലാ വള്ളിക്കെട്ടും ചാടി വീഴും. അവസാനം ആ സമ്പത്ത് വെച്ച് കേസ് കളിച്ച് അവർക്ക് സ്ഥലം കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് ദൂരദേശത്തേക്ക് പോകേണ്ടി വന്നു. നിങ്ങളുടെ മക്കളിൽ ഒരാൾ ഉഴപ്പിപ്പോയാൽ സമ്പത്തിന് ചോർച്ച വരും. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങൾക്ക് ദൈവം തന്ന സമ്പത്ത് നഷ്ടപ്പെടാതെ അത് തലമുറകളായി അനുഭവിക്കാനുള്ള ഭാഗ്യം തരണമേ. ഒരാൾ ഇതൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങളുടെ മക്കളെ വിവാഹം നടക്കണമെന്ന് മാത്രമല്ല, ദൈവമേ അവർക്കൊരു വിവാഹ ജീവിതം കൊടുക്കുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ ഭാഗ്യം. പലരുടെയും കണ്ണുനീര് കണ്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇന്നും ഇന്നലെയും കുടുംബജീവിതമുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞു, വലിയ വീടുണ്ട്, ജോലിയുണ്ട്, പക്ഷേ കുടുംബജീവിതത്തിലെ സന്തോഷം അനുഭവിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ കുടുംബം, എൻ്റെ മകൻ്റെ കല്യാണം നടക്കണം, മകളുടെ കല്യാണം നടക്കണം, ഈ അടുത്ത 2-3 മാസത്തിനുള്ളിൽ നടക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നോ? ദൈവമേ അവർക്ക് വിവാഹ ജീവിതം കൊടുക്കുമ്പോൾ, അവരുടെ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ ഭാഗ്യം. ഇവിടെ ഇരിക്കുന്ന എത്ര അമ്മമാരാ പറഞ്ഞേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല, എൻ്റെ ജീവിത പങ്കാളി അങ്ങനെയായിരുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം അങ്ങനെ, ഞാനൊരു സന്തോഷം അനുഭവിച്ചിട്ടില്ല, ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ച്, എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും കാര്യത്തിന് എനിക്ക് മരിക്കണമെന്നാണ് ചെയ്യുന്നത്, പിള്ളേർ എവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ജീവിക്കണം, അത്രയും നാളെങ്കിലും പിടിച്ചു നിൽക്കണം. അങ്ങനെ നിൽക്കുന്നവരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. പ്രാർത്ഥിക്കണം, ദൈവമേ ശുശ്രൂഷയുടെ സന്തോഷം അനുഭവിക്കാൻ ഭാഗ്യം തരണമേ. ഞാൻ ഈ ശുശ്രൂഷക്കാരോട് പറയും, ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടാൻ ഇത് കാണാനൊരു ഭാഗ്യം വേണം. ഇവിടെ മനുഷ്യൻ പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കാനൊരു ഭാഗ്യം വേണം. ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷക്കാർക്കൊരു ഭാഗ്യമുണ്ട്, ഇതൊക്കെ കാണാനും കേൾക്കാനും ഇതിൻ്റെ കൂടെ നിൽക്കാനും, അതും ഒരു ഭാഗ്യമാണ്. ഇത്രയും ആളുകൾ പ്രാർത്ഥിക്കാൻ ഇവിടെ ഇരിക്കുന്നത്, അവരുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇത് കാണുന്നതൊരു ഭാഗ്യമാണ്. നിങ്ങളെല്ലാവരും ആ ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഉറക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം അനുഭവിക്കാനുള്ള ഭാഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഓർക്കണം, ചിലരൊക്കെ അധ്വാനിച്ച് അങ്ങനെ രക്ഷപ്പെട്ടങ്ങ് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതാ കിടക്കുന്നു ഒരു വലിയ രോഗം, ഒരു ഭയങ്കര രോഗം. എല്ലാം അധ്വാനിച്ച് അങ്ങെത്തി ഒരു 55-56 വയസ്സങ്ങായി പുള്ളി അങ്ങ് സൗഭാഗ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് കയറുമായിരുന്നു.
ഒരു 60 വയസ്സൊക്കെ പെട്ടെന്നാണ് രോഗം വന്നു, ശരീരം ക്ഷീണിച്ചു, വയ്യാണ്ടായി, എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്നു, കൊണ്ടുവരുന്നു. എല്ലാം ഉണ്ടായാൽ പോരാ, ആരോഗ്യമുള്ളൊരു ശരീരം വേണം അതെല്ലാം അനുഭവിക്കാൻ. ഒരു കുഞ്ഞു രോഗം പോരെ നമ്മുടെ എല്ലാ സന്തോഷത്തെയും കെടുത്തിക്കളയാൻ. ഒരു കുഞ്ഞു വേദന മതി പേടിക്കാൻ, ഒരു കുഞ്ഞു വേദന മതി. ഡോക്ടർ ചുമ്മാ പറഞ്ഞാൽ മതി പേടിക്കാൻ, ഡോക്ടർ ചുമ്മാ പറഞ്ഞാൽ മതി. ഇതൊന്ന് ബയോപ്സിക്ക് അയക്കണമല്ലോ എന്ന് ചുമ്മാ പറഞ്ഞതായിരിക്കും ഡോക്ടർ. എന്നാൽ പോലും നമ്മുടെ ചങ്കും എല്ലാം തകർന്നു പോകും. നമ്മളോട് ഡോക്ടർ പറയും ഇത് ഒന്നുമില്ല, എന്നാലും ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് 2 ദിവസം ഉറങ്ങത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ ദൈവം തരുന്ന അനുഗ്രഹം ആയുസ്സോടെ അനുഭവിക്കാൻ ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കണം. രോഗങ്ങളില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ, ആരോഗ്യമുള്ളൊരു ശരീരം, ദീർഘായുസ്, ഇതെല്ലാം പ്രാർത്ഥിക്കണം. ചുമ്മാതെയുള്ള ദീർഘായുസ് വേണ്ട. പിന്നെയോ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ കുറേ നാളിങ്ങനെ ജീവിച്ചിരുന്നു, നാട്ടുകാർക്ക് ഭയങ്കര, വീട്ടുകാർക്കെല്ലാം ശല്യമായി, വീട്ടുകാരൊക്കെ പ്രാർത്ഥിക്കുക മരിച്ചു കിട്ടിയാൽ മതി. അങ്ങനെ ഒരു ആയുസ് നമുക്ക് വേണ്ട. ദൈവമേ എനിക്ക് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകണമേ. ചുമ്മാ ഇങ്ങനെ കുറേ നാളല്ല, ദൈവം തരുന്ന നാൾ വരെ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി 1 മാസം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. എന്തിനാണെന്നറിയാം? ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. ഇന്ന് ഒത്തിരി പ്രശ്നം ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. പലർക്കും ആരോഗ്യമില്ല. കൊളസ്ട്രോൾ പ്രശ്നം, കിഡ്നി പ്രശ്നം, ക്രിയാറ്റിൻ്റെ പ്രശ്നം, എല്ലാ ആരോഗ്യത്തിൽ കാണുമ്പോൾ ആർക്കും കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റ് എത്ര ഗുളിക കഴിക്കുന്നത്, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണത്തിന് മുമ്പ് ഗുളിക കൊണ്ടുവന്ന് 2, 3, 4 എണ്ണം. എന്നാ പറ്റി? നിങ്ങളെ കാഴ്ചയിലൊരു പ്രശ്നമില്ലല്ലോ, മുഴുവൻ രോഗമാന്നേ. പ്രാർത്ഥിച്ചേ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. പ്രാർത്ഥിച്ച ദൈവം അത് തരും. പ്രാർത്ഥിക്കുന്നത് തരുന്ന ദൈവമുണ്ട്. ആരോഗ്യത്തോ അതാണ് അനുഭവിക്കാനുള്ള ഭാഗ്യം. അത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മൾ അധികം ആരും ഇതൊന്നും അറിയത്തില്ല കേട്ടോ. ആൾക്കാർ ജോലി കിട്ടണേ, കല്യാണം നടക്കണേ, വീട്, ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ഉണ്ടായിട്ട് അനുഭവിക്കാൻ ഭാഗ്യമില്ലെങ്കിലോ ശരിയാകത്തില്ല. എല്ലാം വേണം, പക്ഷെ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം വേണം. അത് കാണാനുള്ള ഭാഗ്യം വേണം, അത് സ്വീകരിക്കാനുള്ള ഭാഗ്യം വേണം, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം വേണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അതൊന്ന് പ്രാർത്ഥിച്ചാലോ? നിങ്ങളത് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഇതൊരു പ്രസംഗമായിട്ട് മാത്രമല്ല, എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവേ എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ ഒരു സമാധാനമില്ല, എനിക്കൊരു സ്വസ്ഥതയില്ല, എൻ്റെ വീട്ടിൽ എന്നും മുട്ടം വഴക്കാണ്, സമാധാനമുള്ള ഒരു അന്തരീക്ഷമില്ല, എൻ്റെ കുടുംബത്തിനകത്തില്ല, എൻ്റെ വ്യക്തി ജീവിതത്തിനകത്തില്ല. ദൈവം തന്ന ശുശ്രൂഷകൾ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവം തന്ന ജീവിതവും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്ക്. ഇതൊരു അഹങ്കാരമല്ല, ഇതൊരു ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദീർഘായുസ് അത് മാത്രം പോരാ കർത്താവേ. ഞങ്ങൾക്ക് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് വേണം. ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. താഴെ ധ്യാന ചാപ്പൽ ഇരിക്കുന്നവർ പ്രാർത്ഥിച്ച് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് എൻ്റെ പിള്ളേർക്ക് വേണം, എൻ്റെ മക്കൾക്ക് വേണം, എൻ്റെ കൊച്ചുമക്കൾക്ക് വേണം, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണം, എനിക്ക് വേണം. ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. കർത്താവേ, രോഗങ്ങളിൽ നിന്നും അപകടം എൻ്റെ ശരീരത്തെ കാത്തുകൊള്ളണമേ. ദൈവം തരുന്ന ഭാഗ്യം അനുഭവിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. 2 കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരു പാട്ട് പാടുമ്പോൾ ഒരു നിമിഷം എല്ലാ അധരങ്ങളെ തുറന്ന് 2 കാര്യങ്ങളെ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിച്ച് അനുഭവിക്കാനുള്ള ഭാഗ്യം പറഞ്ഞ്, അനുഭവിക്കാനുള്ള ഭാഗ്യം. ദീർഘായുസോടെ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് അനുഭവിക്കാനുള്ള ഭാഗ്യം. ദൈവത്തിന്റെ ദാനം. അതെനിക്ക് തരണമേ. എന്റെ കുടുംബത്തിനകത്തത് വേണം. അനുഭവിക്കാനുള്ള ഭാഗ്യം തരണമേ. സംശയത്തെ മാറ്റി വിശ്വാസത്തെ ഉറപ്പിക്കണമേ. പാടനായകൻ പറഞ്ഞു, ഇതൊക്കെ നടക്കുമോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ആകാശം തുറന്നാൽ പോലും ഇത് സംഭവിക്കുമോ? പക്ഷെ ദൈവപുരുഷൻ പറഞ്ഞു, നീ കാണും, പക്ഷെ അനുഭവിക്കത്തില്ല. നീ കാണും. അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കാണാൻ മാത്രമുള്ളതല്ല, അത് അനുഭവിക്കാൻ കൂടിയുള്ളതാണ്. ഒരു നിമിഷം ഒന്ന് മടുപ്പ് കൂടാതെ അധരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ സഹായത്തിനായി ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി ചേർന്ന് പാടാമോ? ആരോഗ്യമുള്ള ശരീരം തരും
രോഗങ്ങളെ അവൻ നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. ചേർന്ന് പാടുമോ? ആരോഗ്യമുള്ള ശരീരം തരും. രോഗങ്ങളെ അവൻ നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. ശബ്ദമുയർത്തി പാടിയേ. ആരോഗ്യമുള്ള ശരീരം തരും. രോഗങ്ങളെ അവൻ നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. അതുകൊണ്ട് സമാധാനമുള്ള കുടുംബം തരും. കുടുംബത്തിലേവർക്കും രക്ഷ തരും. നല്ല സ്വഭാവികളായി തീർത്തിടും. യേശു മതിയായവൻ. ഒരു നിമിഷം ഇപ്പൊ പാട്ട് പാടി നിങ്ങൾ നല്ല മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നറിയോ? സമാധാനമുള്ള കുടുംബം. അതാണ് ഏറ്റവും ഇന്നത്തെ ആവശ്യം. ചില പൈസയുടെ ദാരിദ്ര്യം ഉണ്ടെങ്കിലും പ്രശ്നമില്ല, അത് പരിഹരിക്കാം. സമാധാനമുള്ള ആരാണാവോ ഈ പാട്ട് എഴുതിയത്? ഈ പാട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ സാഹചര്യം നമ്മളെ നോക്കി പാടും. സമാധാനമുള്ള കുടുംബം. നമുക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് നാട്ടിൽ മുഴുവൻ ഭയങ്കര വിലയാണ്. പഞ്ചായത്തിലും നാട്ടിലും എല്ലാ രാഷ്ട്രീയവും ഭയങ്കര വിലയാണ്. വീട്ടിൽ വരുമ്പം സ്വസ്ഥതയില്ലെങ്കിലോ ഒരു കാര്യമില്ല. നാട്ടിലൊന്നും നമുക്ക് വലിയ വിലയില്ലെങ്കിലും നമ്മുടെ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ നല്ല സമാധാനമാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആമേൻ. ഹല്ലേലൂയ. നമ്മളെന്നും ഇത് ചുമ്മാ ഒരു ബഹളം വെക്കുമല്ല. ആരോഗ്യമുള്ള ശരീരം വേണമെന്ന് പറഞ്ഞതോടൊപ്പം സമാധാനമുള്ളൊരു കുടുംബം. അത് ആഗ്രഹിച്ച് എത്ര പേര് ഇവിടെ ഓടി വന്നിട്ടുണ്ടാവും. സമാധാനമുള്ളൊരു ദൈവമേ, എനിക്ക് മരിക്കുന്നതിന് ഒരു 10 ദിവസം സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരാണ്. സമാധാനം. വിവാഹം കഴിഞ്ഞു കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ഇന്നലെ ഒരു അമ്മ ഒരു പെൺകുട്ടിയെ കൊണ്ട് വന്നിട്ട് പറയുക, ഇവൾക്ക് ഡിപ്രഷൻ ആരംഭിച്ചു. സമാധാനമുള്ള ജീവിതമല്ല ആ കൊച്ചിന് കിട്ടിയത്. എല്ലാവരും എറിഞ്ഞും പരിക്കേൽപ്പിക്കുന്നു, മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു. സമാധാനമുള്ള കുടുംബജീവിതം. ഈ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യമാണ്, സമാധാനമുള്ള ജീവിതം. അത് കുടുംബജീവിതം. അത് പ്രാർത്ഥിക്കണം. വഴക്കുണ്ടാക്കാൻ എളുപ്പമാണ്, പിണങ്ങിപ്പോകാൻ എളുപ്പമാണ്, പക്ഷെ നഷ്ടപ്പെടുന്ന സമാധാനമാണ്. നിങ്ങളൊന്ന് ആഗ്രഹിക്കണം. അത് പാടുമ്പോൾ പാട്ടുകാരൻ മനോഹരമായിട്ട് അത് പാടുമ്പോൾ സമാധാനമില്ലാത്ത എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ടാവും. മനസ്സിങ്ങനെ ഉരുകും, മനസ്സിങ്ങനെ ഉരുകും. ഞാൻ ഒരാളോട് ചോദിച്ചു, 9:30 പോകുന്നില്ല എന്ന്. രാത്രിയെ പോകുന്നില്ല. വീട്ടിൽ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഇച്ചിരി രാത്രി ആയിക്കോട്ടെന്ന്. പോകാൻ ഇഷ്ടമില്ല. ഇവിടെ കിടന്നോളാം ഞാൻ ചുമ്മാ പറഞ്ഞാൽ പുള്ളി അന്നേരം അവിടെ കിടക്കും. ഞാൻ പറഞ്ഞില്ല, പോകുന്നില്ലേന്ന്. സമയം 9:30 ആയില്ലേ ബ്രദറെ, പോകുന്നില്ലേ? ഇപ്പം പോയിട്ട് എന്താ കാര്യം? ഇച്ചിരി കഴിയട്ടെ, പുള്ളിക്കാരത്തി ഉറങ്ങട്ടെ, അവരൊക്കെ പിള്ളേരെല്ലാം കിടന്ന് ഉറങ്ങട്ടെ എന്ന്. സമാധാനമില്ല. ഞാൻ ചോദിച്ച കാര്യമാണ്, അത് പോകുന്നില്ലേ? 9:30 ആയില്ല, 9:30 കഴിഞ്ഞല്ലോ. എന്നാൽ ഇവിടെ കിടന്നോളാൻ പറഞ്ഞാൽ പുള്ളി അപ്പം അവിടെ കിടന്നേനെ. വീട്ടിലോട്ട് പോകാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. ചുമ്മാ ഇരിക്കും ടൗണിലും അവിടെ ഇവിടെയൊക്കെ മിണ്ടിയും പറഞ്ഞും ഫോൺ ചെയ്തും. എന്തോ ഒരു സമാധാനമില്ല. വീട്ടിലോട്ട് ചെല്ലാൻ, സമാധാനമുള്ള വീട്ടിലേക്ക് ഓടിച്ചെല്ലാൻ കഴിയണം. സമാധാനം ദൈവം നൽകുന്നതാണ്. അതാണ് യേശു പറഞ്ഞത്, ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം. ദൈവം തരുന്ന സമാധാനം എനിക്കും വേണം, നിങ്ങൾക്കും വേണം. സമാധാനം നഷ്ടപ്പെട്ടാൽ ഷുഗർ, BP, ആരോഗ്യ പ്രശ്നം തന്നെ ബാധിക്കും. ആരോഗ്യത്തെ പോലും അത് ബാധിക്കും. അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് പാടുക, ചേർന്ന് പാടണം. ആദ്യം തൊട്ട് പാടുക. ആരോഗ്യമുള്ള ശരീരം തരും, പിന്നെ സമാധാനമുള്ള കുടുംബം തരും. എന്തായാലും എഴുതിയ പാട്ടുകാരൻ നല്ല ഗംഭീരമായി എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇരുന്നുകൊണ്ട് കരമടിച്ചൊന്ന് പാടുമോ? ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ അവൻ നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. ചേർന്ന് ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ അവൻ തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. അതുകൊണ്ട് യേശു മതി, ആ സ്നേഹം മതി,
തൻ വചനം മതി എനിക്ക്. പാടുമോ? യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും. പാടിയ കുടുംബത്തിലേവർക്കും രക്ഷ തരും. നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. പറയുമോ? സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും. നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. ഒന്ന് കരമുയർത്തി. യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. പാടിയ യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. പാടുമോ? യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ സ്നേഹത്തെ നിറയ്ക്കണമേ. സമാധാനം, ആരോഗ്യം, അനുഗ്രഹം ദാനമായി നൽകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ കേട്ടു. സമാധാനമുള്ള ജീവിതം, സമാധാനമുള്ള കുടുംബം, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം. ഇനി ഒരു കാര്യം, ഈ നോമ്പ് കാലത്ത് ഇത് ചിന്തിക്കാതെ കടന്നു പോകാൻ പറ്റത്തില്ല. ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്നൊരു യേശുവുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലാണോ? ആ സമയത്തുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ഒരു ഉയർത്തെഴുന്നേൽക്കലിന് കാരണമാകും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളൊക്കെ പ്രതിസന്ധികളിൽ ദൈവത്തെ കൂട്ടുപിടിച്ചവരാ. നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ വേറെ അതിന് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, പല കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു വിടുതൽ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ കരം പിടിച്ച ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ചവരൊക്കെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. മറക്കുമോ? നിങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ ആ വാക്യം വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച് അതിന് ഹെഡിങ് അടക്കം വായിച്ചു പോകുകയാണ്. ഒന്ന് വേഗത്തിൽ പറയും, അനുവദിക്കപ്പെട്ട സമയത്ത് നമുക്കിത് തീർക്കാൻ പറ്റും. ഇതൊരു അനുഗ്രഹമാണ്, ഇത് പ്രതീക്ഷ തരുന്നൊരു ഭാഗമാണ്. വായിച്ച്. ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്നു. ആരാ പ്രാർത്ഥിച്ചത്? യേശു. യേശു പോലും അപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. ആ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തെ മുറി ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നല്ല, ഒരു മലയുടെ ഒലിവ് മലയിൽ കയറി പ്രാർത്ഥിച്ചു. നമ്മളും പ്രാർത്ഥിക്കാൻ ചില സ്ഥലങ്ങളിൽ പോകുന്നത് ചില അനുഗ്രഹത്തിന് കാരണമാണ്, ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാണ്. ഹല്ലേലൂയ. വാക്യം വായിക്കാം, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. അല്ല, അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു? എന്തിനാ ഇപ്പോൾ ഈ പ്രശ്നമുള്ള സമയത്ത് ഒലിവ് മലയിലേക്ക് പോയത്? എവിടെയില്ല, അവിടെ തന്നെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഇരുന്ന് ഒരു കുറച്ച് നേരം പ്രാർത്ഥിക്കും, എന്നെ ആര് ഡിസ്റ്റർബ് ചെയ്യല്ലേ, അങ്ങനെ പറഞ്ഞാൽ പോരെ? അല്ല, യേശുവും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി ഒലിവ് മലയിലേക്ക്, ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. നിങ്ങളും പ്രാർത്ഥിക്കാൻ ഒരു മല കയറി വന്ന ആൾക്കാരാ, ഒരു സ്ഥലത്ത് വന്ന് കയറിയവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ചെന്നു പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. ശിഷ്യന്മാരും പുറകെ പോയി. 40-ാമത്തെ വാക്യം. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ തകർന്നു പോകാതിരിക്കാൻ, ക്ഷീണിച്ചു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 41-ാമത്തെ വാക്യം. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി. ശ്രദ്ധിച്ചു വായിക്കുവാണ്. അവൻ അവിടെ നിന്ന് ഒരു ആരോഗ്യമുള്ള ഒരാൾ ഒരു കല്ലെടുത്ത് ഒറ്റ ഏറെറിഞ്ഞാൽ ആ കല്ല് എവിടം വരെ പോകുമോ അത്രയും ദൂരം, നോക്കിയാൽ കാണുന്ന അത്രയും ദൂരം, ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണു. അവിടെ വീണു എന്ന് എഴുതിയിട്ടുണ്ടോ നോക്കൂ.
മുട്ടിന്മേൽ നിന്നു. മുട്ടിൽ നിൽക്കുന്ന എങ്ങനെയാ? സാധാരണ നമ്മൾ പിടിച്ച് മുട്ടിൽ വീഴുക എന്ന് പറഞ്ഞാലോ, നമ്മളങ്ങനെ മുട്ട് കുത്തി ശക്തിയോടെ വീഴുന്ന, മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ കസേരയിൽ കൂടെ ഇരുന്നും കുറച്ചുകൂടെ സേഫായിട്ട് നല്ലൊരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുവാണ്. ഇത് യേശു മലമുകളിൽ പോയി ഒരു സെറ്റിയയിലിരുന്നു, കറങ്ങുന്ന 2 ഫാനിൻ്റെ താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നല്ല, മലമുകളിൽ കയറി പച്ച മണ്ണിൻ്റെ മുകളിൽ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. ഒരു പ്രതിസന്ധിയുടെ സമയത്താകട്ടോ പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥന ചെന്നെത്തിയത് ഒരു ഉയർത്തെഴുന്നേൽപ്പിലാണ്. നിങ്ങളും ചങ്ക് തകർന്ന് മനസ്സ് തകർന്ന് വിഷമിച്ച് വേദനിച്ച് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതാ. നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ജീവിതത്തിൽ ഉയർത്തെഴുന്നേക്കാൻ പറ്റും. പല മനുഷ്യരിവിടെ കയറി വരുന്നത് അക്ഷരാർത്ഥത്തിൽ മരിച്ചല്ല, മനസ്സുകൊണ്ട് ചത്തിട്ടാ കയറി വരുന്നത്. മനസ്സ് പലരുടെയും മരിച്ചതാണ്. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇന്നലെ വരെ സംഭവിച്ച കാര്യം എന്തുവാകട്ടെ, ഇന്ന് ദൈവത്തിൻ്റെ കരം പിടിച്ചു നിൽക്കുന്ന നിന്നോട് പറയുവാണ്, നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അടുത്ത ഭാഗം വായിക്കുവാണ്. പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന്. 43-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ. ശ്രദ്ധിച്ചു കേൾക്കണം. യേശു ഇപ്പൊ എവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ. ആ വാക്കൊന്നും കൂടെ വായിച്ചേ. അവനെ ശക്തിപ്പെടുത്താൻ. പ്രാർത്ഥിക്കുന്നവനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ ഇടിച്ച് തളർത്തുന്ന മനുഷ്യരുണ്ടാവും, പക്ഷെ ദൈവം ആരാണ്? പ്രാർത്ഥിക്കുന്നവനെ ശക്തിപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന എന്നെ ദൈവം ആരൊക്കെ തളർത്താൻ നോക്കിയാലും ദൈവം എന്നെ ശക്തിപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന നിന്നെ ശക്തിപ്പെടുത്തും. ഇതിനകത്ത് ഈ ചൂടും ആവിയും പരവേശവും കാലൊന്നും നീട്ടിവെക്കാൻ പോലും പറ്റത്തില്ലാത്ത ഈ സ്ഥലത്ത് ദൈവവചനം കേൾക്കാനിരിക്കുന്ന എല്ലാവരോടും പറയുന്നേ, പ്രാർത്ഥിക്കുന്ന നിന്നെ ആരൊക്കെ തളർത്താൻ നോക്കിയാലും ആരൊക്കെ എന്തൊക്കെ വിധത്തിൽ വീഴ്ത്താൻ നോക്കിയാലും ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. ദൈവം എന്നെ ശക്തിപ്പെടുത്തും. എഴുതിയിട്ടുണ്ട്. നീ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ വന്നു. ആരെയും ശക്തിപ്പെടുത്തി എന്നല്ല, ഒരു കല്ലേറ് ദൂരം ശിഷ്യന്മാരുണ്ടായിരുന്നല്ല, അവരെ ശക്തിപ്പെടുത്താൻ ദൂതൻ വന്നോ? അപ്പുറത്ത് ഒരു കല്ലേറ് ദൂരം ശിഷ്യന്മാരിരിപ്പുണ്ട്, അവരെ ശക്തിപ്പെടുത്താനല്ല. ത്യാഗത്തോടെ ഒരു മല കയറി മുട്ടിൽ വീണ് പ്രാർത്ഥിച്ച വ്യക്തി യേശുവിനെ ശക്തിപ്പെടുത്താൻ ദൈവം ഇടപെട്ടു. നിങ്ങൾ തകർന്നു പോകാൻ ആ ദൈവം സമ്മതിക്കില്ല കേട്ടോ. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനും വീണു പോകാൻ, തകർന്നു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ, തകർന്നും തളർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നെ നിങ്ങളെ ശക്തിപ്പെടുത്താൻ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കും. തളർന്നു പോകുന്ന ആരാ പറഞ്ഞത്? തകർന്നു പോകുന്ന ആരാ പറഞ്ഞത്? നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത ഭാഗം വായിക്കുവാണ്. അവൻ തീവ്ര വേദനയിൽ മുഴുകി. ആ വാക്കൊക്കെ ശ്രദ്ധിച്ചേ. വേദനയിൽ മുഴുകി എന്നല്ല, ഭയങ്കര വേദന. ഭയങ്കര വേദന തന്നെ. ആർക്ക് വന്നാലും വേദന. തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കൊരു പ്രശ്നമോ പ്രതിസന്ധിയോ എന്തിൻ്റെയെങ്കിലും ഒത്ത നടുക്കാണോ, ഇന്ന് തീവ്രമായിട്ട് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ഒരു ഇടപെടൽ ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ, ആ സാഹചര്യത്തിൽ സംഭവിച്ചിരിക്കും. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. തീവ്ര വേദന ശപിച്ചു, പ്രാഗി, ദേഷ്യം വന്നു, ചീത്ത പറഞ്ഞു. നമുക്കൊക്കെ വിഷമം വേദനയും വരുമ്പോൾ നമ്മൾ പ്രതികരിക്കും, ദേഷ്യപ്പെടും, ഭയങ്കര ടെൻഷനായിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും. നമ്മൾ പറയില്ലേ, ചില വേദനയോടെ ഇരിക്കുന്ന ഭയങ്കര ദേഷ്യമാണ് പുള്ളിക്ക്. നമുക്കൊന്നും ആ സമയത്ത് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രതിസന്ധിയിലിരിക്കുമ്പം പ്രാർത്ഥിക്കുന്നവരാണോ, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. പ്രാർത്ഥന വലിയ തീവ്ര വേദന വന്നപ്പോഴും എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് നിങ്ങൾ വട്ടത്ത് നിർത്തി ഇങ്ങനെ എന്നെ സംരക്ഷിക്കണമെന്നല്ല പറഞ്ഞു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ കരം പിടിച്ചവരൊക്കെ ജീവിതത്തിനകത്ത് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ തീവ്ര വേദനയിൽ മുഴുകി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു, ഭയങ്കരമായി പ്രാർത്ഥിച്ചു. പിന്നെയോ അവന്റെ വിയർപ്പ്
രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. രക്തം വേർപ്പ് രക്തമായി മാറി നിലത്ത് വീണു. 45-ാമത്തെ വാക്യം. അവൻ പ്രാർത്ഥന കഴിഞ്ഞ്, ശ്രദ്ധിച്ചോ, അവൻ പ്രാർത്ഥന ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടില്ല. പ്രാർത്ഥന കഴിഞ്ഞ് അപ്പോൾ ഒരു മുഴുവൻ പ്രാർത്ഥന അവിടെ നടന്നു ആ ഒലിവ് മലയിൽ. നിങ്ങളും പ്രാർത്ഥന ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി. ഒരു പ്രാർത്ഥന 5 മിനിറ്റേ ഉള്ളൂ, അത് പൂർത്തിയാക്കണം. അല്ലെ, ഒരു വൺ ഡേ പ്രോഗ്രാമാണോ, അത് മുഴുവൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. തളർന്നു. ഇപ്പൊ ശരിക്കും തളരേണ്ടത് ആരാ? യേശു. ശിഷ്യന്മാരെയാണോ ഇപ്പൊ കുരിശേ കയറ്റാൻ പോകുന്നേ? ശരിക്കും തളരേണ്ടത് ആരാ? യേശുവാണ്. യേശു ശക്തിപ്പെടുത്താൻ ദൈവത്തിൻ്റെ ഇടപെടൽ യേശുവിനെ അവിടെ ഉണ്ടായി. ശിഷ്യന്മാരോ, അവർക്കൊരു കുരിശുമരണവും വലിയ പ്രശ്നമൊന്നും ഇല്ല, ഇത്രയും വലിയ പ്രശ്നമില്ല, പക്ഷെ അവർ തളർന്നു. ഇവിടെ തളരേണ്ടവൻ ശക്തിയോടെ നിൽക്കുന്നു, ഒരു പ്രശ്നമില്ലാത്തവർ തളർന്നു കിടക്കുന്നു, തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. ഇനി എല്ലാവരും ശ്രദ്ധിച്ച് ഒറ്റ കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വാക്യം വായിച്ചത്. 39-ാം അധ്യായം, ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽക്കുന്നു. 24-ാം അധ്യായം 1-ാം വാക്യം. യേശുവിൻ്റെ പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ്. പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ച യേശു ആ പ്രാർത്ഥന നയിച്ചത് ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്കാണ്. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. 2 കാര്യങ്ങളാണ്. പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുന്നവൻ തകർന്നു പോകത്തില്ല, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇച്ചിരി അനുഭവങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ വിചാരിക്കാത്ത ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചതാ ഇന്നിങ്ങനെ ശുശ്രൂഷകളിൽ ഇത്രയൊക്കെ നിൽക്കാൻ ദൈവം എന്നെ നിർത്താനുള്ള ഒരു കാരണം. പ്രാർത്ഥന എന്നെ നയിച്ചത് തകർച്ചയിലേക്കല്ല, പ്രാർത്ഥന എന്നെ നയിച്ചത് കയ്യിലുള്ളത് മുഴുവൻ പോയി എന്ന് പറയുന്ന നിലയിലേക്കല്ല, പ്രാർത്ഥന എന്നെ നയിച്ചത് ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്കാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാരിരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു സമയത്ത് 34 പേരിരുന്നിട്ടുണ്ട്. 34 പേരിവിടെ ഇരുന്നിട്ടുണ്ട്. 34 പേരെ വെച്ച് ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ശുശ്രൂഷ ചെയ്യുന്നവർ പോലും ഇവിടുന്ന് ഇറങ്ങി അങ്ങ് പോയി. കുറ്റം പറഞ്ഞും വിധിച്ചും കളിയാക്കിയും. അപ്പോൾ തീവ്രവേദനയിൽ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളൊന്നും ആയില്ലേലും ഞാനിവിടുന്ന് വിഷമിച്ച് എൻ്റെ മുറി പോയിരുന്നിട്ടുണ്ട്. ഞാൻ വാതിൽ പലരും വന്ന് മുട്ടിയപ്പോൾ ഞാൻ തുറന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. 34 പേര് ഇതിനകത്തിരിക്കും, ഇത്രയും വലിയ ഹാളിനകത്ത്. ഇന്ന് ഈ ഹാളിലിരിക്കാൻ പോയിട്ട് താഴെ ഇരിക്കാൻ വരാതെ ഇരിക്കുക എല്ലാ ആള് 8 മണിയായപ്പോൾ ഈ ഹാള് മുഴുവൻ ഫുള്ളായി. ഈ ഇരിക്കുന്ന സ്ഥലം പോലും നിങ്ങൾക്കൊരു സാക്ഷ്യമാകട്ടോ. ഇതൊരു ഉയർത്തെഴുന്നേറ്റതിൻ്റെ സാക്ഷ്യമാണ്. ഈ ഇരിക്കുന്ന ഹാള് പോലും ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു ഹാളാണ്. ഇത് അടച്ചു പൂട്ടണം. ഇത് അടച്ച് പൂട്ടി വല്ല കല്യാണ മണ്ഡപം ഒക്കെ ആയിട്ട് കൊടുക്കാം. ഇത് വല്ല ഭാഷ പഠിക്കാനോ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാനൊക്കെ സ്ഥലമാക്കി മാറ്റാമെന്ന് പോലും ചിന്തിച്ച സ്ഥലത്താ ആയിരങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. എല്ലാം ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷക്കാർ, പഴയ ശുശ്രൂഷക്കാരോടൊക്കെ പരിചയമുണ്ട്, ചോദിച്ചു നോക്ക്. ഇത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും വെറുതെ ആയി പോകത്തില്ല. ഒലിവുമലയെ കയറിയതൊന്നും വെറുതെ ആയില്ല. നിങ്ങൾ ഇവിടെ വന്നതും കഷ്ടപ്പാട് സഹിച്ചതും ഈ ചൂട് സഹിച്ചതൊന്നും വെറുതെ ആകത്തില്ല. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എഴുതി വെച്ചോ, ഡയറിക്കകത്തോ ബൈബിളിന്റെ സൈഡിലോ പേന കൊണ്ടോ കയ്യിലോ എവിടെ വേണം. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിക്കും. ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കുന്നത് ഒരു ഉയർത്തെഴുന്നേൽക്കലാണ്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യേശു പ്രശ്നം വന്നപ്പം ഒറ്റിക്കൊടുക്കും, തള്ളിക്കളയും എന്നൊക്കെ അറിഞ്ഞപ്പം കയറിപ്പോയത് പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്കാണ്. എൻ്റെ വീട്ടിലും പ്രശ്നമാണ്, ജീവിത പങ്കാളി മദ്യപാനമാണ്, എൻ്റെ സഹോദരൻ്റെ കുടുംബത്തിൽ പ്രശ്നമാണ്. പല പ്രശ്നങ്ങളും കേട്ട് നിങ്ങളും കയറി വന്നത്
ഒരു മലയുടെ മുകളിലേക്കാണ്. നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, യേശു ഒലിവ് മലയിൽ കയറി ഒരു കല്ലേറ് ദൂരം മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചത് ആരറിഞ്ഞു? ദൈവം അറിഞ്ഞു. ദൈവത്തിൻ്റെ ദൂതൻ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടെന്നല്ല, യേശു മുട്ടിൽ വീണ് പ്രാർത്ഥിച്ച സ്ഥലത്താ അവനെ ശക്തിപ്പെടുത്താൻ ദൈവത്തിൻ്റെ ദൂതനെ അയച്ചത്. നിങ്ങൾ ഏതു കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തിനറിയാം. ഏത് കാര്യത്തിലാണ് നിങ്ങൾ സങ്കടപ്പെടുന്നതെന്ന് അടുത്ത കസേരയിൽ ഇരിക്കുന്നവൻ അറിയത്തില്ല. ഒരേ വണ്ടിക്ക് വന്നവനറിയാമോ? ഒരേ കാറിന് വന്നവർക്കറിയാമോ നിങ്ങളുടെ വിഷമം എന്നാന്ന്? ഒരേ ബസ്സിന് വന്നവർക്കറിയാമോ? ചിരിച്ചും കളിച്ചും പാട്ടും കേട്ടൊക്കെ ആയിരിക്കും വന്നത്. അടുത്തിരിക്കുന്നവർ പുള്ളിക്കൊക്കെ എന്നാ പ്രശ്നമെന്നാണ് ചിന്തിക്കുന്നത്. അവരെക്കാൾ പ്രശ്നത്തോടെ നെഞ്ച് നീറിയിട്ടായിരിക്കും കയറി വന്നത്. ഈ അടുത്ത കസേരയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അറിയത്തില്ലല്ലോ, സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം നീ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നതെന്ന്, എവിടെയാ നീ കരഞ്ഞോണ്ടിരിക്കുന്നതെന്ന്. നിന്നെ ശക്തിപ്പെടുത്താൻ ഇന്നും ദൈവത്തിന്റെ സഹായം നിനക്ക് വരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം സഹായമായി മാറുന്ന സ്ഥലമായത്. പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം സഹായമായി മാറുന്ന സ്ഥലമാണ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഒന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു നിമിഷം, ഈ സമയം 1 മണിക്കൂർ കഴിഞ്ഞ് ഇത്രയും സമയം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. മടുപ്പ് ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. 2 കാര്യങ്ങളാ കേട്ടെ. 2 കാര്യങ്ങൾ. ഒന്ന്, അനുഭവിക്കാനുള്ള ഭാഗ്യം, കുടുംബ സമാധാനം, മക്കളുടെ നല്ല ഭാവി, പിള്ളേരുടെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുക, അനുഭവിക്കാനുള്ള ഭാഗ്യം. മനസ്സിലതൊന്ന് ഓർത്തേ. കർത്താവേ, എനിക്ക് എല്ലാം ഉണ്ട്, ശരിയാ, ഈ ഇദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ എനിക്കും ഉണ്ട്. പക്ഷെ എന്നാന്നറിയത്തില്ല, ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ പല കൈപ്പേറിയ അനുഭവങ്ങളും നമുക്കും ഉണ്ട്. നമ്മളൊക്കെ ഉയർത്തെഴുന്നേക്കിയാലെന്നാണ് പലരും വിചാരിച്ച്. പലരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, തീർന്നു, അവൻ്റെ ജീവിതം തീർന്നു, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി ശരിയാകുമെന്ന് തോന്നുന്നില്ലെന്നൊക്കെയാ നമ്മളെ അറിയുന്ന പലരും നമ്മളെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പക്ഷെ ദൈവം നിങ്ങളെ നോക്കി പറയുന്നത് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നാ. അടുത്തിരിക്കുന്നവൻ പറയുന്നത് ശരിയാകുകയില്ലെന്നാ, പുറകെ ഇരിക്കുന്നവൻ പറയും ഇയാളൊക്കെ പ്രാർത്ഥിച്ച് എന്ത് കിട്ടുമെന്നാ. നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർക്ക്. യേശു പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് കയറി അങ്ങ് പോയി. അവിടെ ഇരുന്ന് മുട്ടിൽ വീണ് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളാകത്തക്ക പോലെ. അതെന്ത് പ്രാർത്ഥനയാണത്? തീവ്ര വേദനയിൽ മുഴുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന നയിച്ചത്, ആ പ്രാർത്ഥന ചെന്നെത്തിയത് ഒരു ഉയർത്തെഴുന്നേൽപ്പിലാണ്. നിങ്ങളും ജീവിതത്തിൽ തകർന്നവരോ, ജീവിതത്തിൽ പാളിപ്പോയി, നഷ്ടം വന്നു, ചതിക്കപ്പെട്ടു, ഇനി എന്നാ ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുവാണോ? കുഞ്ഞെ, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് കേട്ടോ. ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നാട്ടുകാരോട് ചോദിച്ചാൽ പറയും ഉയർത്തെഴുന്നേൽക്കില്ല, വീട്ടുകാരോട് ചോദിച്ചാൽ പറയും ഇനി എന്നത് എന്ന് ചോദിക്കും. വിശ്വസിക്കുന്നെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നൊരു അനുഭവം ഉണ്ടാവും. സാമ്പത്തികം തകർന്ന് തരിപ്പണമായി പോയി, ഇനി എങ്ങനെ ശരിയാകാനാ? ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നേ. പ്രതിസന്ധിയിൽ നീ ദൈവത്തിൻ്റെ കരമാണോ പിടിച്ചത്? ആ കൈ പിടിച്ച് നീ ഉയർന്നിരിക്കും. പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ കരമാണോ പ്രാർത്ഥനയോടെ ചേർത്ത് പിടിച്ചത്? നീ ഉയർന്നിരിക്കും. വിശ്വസിക്കുന്നു. ഒരാൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ഒരാൾ പറയുവാണ്, നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ? ഉണ്ട്. ദൈവവചനത്തെ നീ ഇഷ്ടപ്പെടുന്നോ? ഉണ്ട്. എന്നാൽ നീ രക്ഷപ്പെടും. അധികമൊന്നും വേണ്ടെന്നേ, ഈ 2 കാര്യം മതി. അധികമൊന്നും വേണ്ട. വലിയ ഭക്തിക്കാരനൊന്നും ആയില്ലേലും, വലിയ ദർശനക്കാരനൊന്നും ആയില്ലേലും, കുറച്ചെങ്കിലുമൊക്കെ നിനക്ക് ദൈവത്തിലൊരു വിശ്വാസമുണ്ടോ? കുറച്ചേലുമൊക്കെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തോടൊരു സ്നേഹമുണ്ടോ? ആ വചനത്തെ നീ ഇഷ്ടപ്പെടുന്നോ? അതു മതി കുഞ്ഞെ.
നീ രക്ഷപ്പെടാൻ അതു മതി ഒരു ഉയർത്തെഴുന്നേൽപ്പിന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇനി എൻ്റെ ജീവിതം ശരിയാവോ, എൻ്റെ പിള്ളേരുടെ ജീവിതം ശരിയാവോ, എൻ്റെ ചേട്ടൻ്റെ ജീവിതം ശരിയാവോ, പെങ്ങളുടെ ജീവിതം ശരിയാവോ, ഇന്ന് ദൈവവചനത്തിലൂടെ ദൈവം നിന്നോട് പറയുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നാണ്. ദൈവം പുതിയ കാര്യങ്ങളെ ജീവിതത്തിൽ ചെയ്യും. യാക്കോബ് കല്ല് തലയണയാക്കി കിടന്നുറങ്ങിയ ആളാണ്. ഇന്നും ആളുകൾക്ക് അനുഭവമുണ്ട്, കല്ല് തലയണയായി കിടന്നുറങ്ങിയ അനുഭവങ്ങൾ. രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ, നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഈ ഉച്ചയോടടുത്ത ഈ സമയത്ത് ഇങ്ങനെയുള്ള ചൂടും ആവേശവും ഭാവിയും എല്ലാം ഈ ചൂടും പരവേശമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ സമ്മതിക്കണം. ഇതൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെ വേണം. ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ഇരിക്കണമെങ്കിൽ ഒരു സമർപ്പണം വേണം. എത്ര സമയമാണ് നിങ്ങൾ മാറ്റിവെച്ചത്, എത്ര സമയം പാടാനും പ്രാർത്ഥിക്കാനും മാറ്റിവെച്ചത്. കർത്താവേ, ഈ ജനത്തോട് അങ്ങ് അലിവ് തോന്നണമേ. ഈ ജനം അകത്തും പുറത്തും ഇരുന്ന് ഉള്ളുരുകി വിളിക്കുമ്പോൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ഈ മക്കൾക്ക് കൊടുക്കണമേ. അനുഭവിക്കാനുള്ള ഭാഗ്യം ഈ മക്കൾക്ക് കൊടുക്കണമേ. പുതിയ വഴികളെ ഈ ജനത്തിന് തുറന്നു കൊടുക്കണമേ, തുറന്നു കൊടുക്കണമേ. ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, കുടുംബ സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു, മക്കളുടെ ജീവിതവും ഭാവിയും അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി കണ്ണുകളടച്ച് ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. ഒന്ന് പാടിയേ. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. പറഞ്ഞു. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. പ്രത്യാശയോടെ വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. എല്ലാവരും ആ കണ്ണുകളടച്ചിട്ട് പ്രതിസന്ധി സമയത്ത് പ്രാർത്ഥിച്ചത് സത്യമാണെങ്കിൽ നീ ഉയർത്തെഴുന്നേറ്റിരിക്കും. അത് സത്യമാണ്. യേശു പ്രയാസം വന്നപ്പോൾ ശിഷ്യന്മാർ ഒറ്റിക്കൊടുക്കുമെന്ന് മനസ്സിലായപ്പം, തള്ളിപ്പറയുമെന്ന് അറിഞ്ഞപ്പം എങ്ങോട്ടേലും അല്ല പോയെ, പ്രാർത്ഥിക്കാൻ ഒരു മലയുടെ മുകളിലോട്ട് കയറിപ്പോയി. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പം ചിന്തിക്കും, നിങ്ങൾ ഈ ടെൻഷൻ വെച്ച് എവിടെ പോവാ, നിങ്ങൾ ഈ പ്രതിസന്ധി എവിടെ പോവാ. പലരും നമ്മളെ കളിയാക്കും. പക്ഷെ പ്രാർത്ഥനയാണ് കുഞ്ഞെ മറ്റൊരു ഉയർത്തെഴുന്നേൽക്കലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, യേശു ആ ഒലിവ് മലയിൽ കയറിയത് വെറുതെ ആയില്ല. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല. അങ്ങനെങ്കിൽ നിങ്ങൾ ഈ വണ്ടിക്കാശ് മുടക്കി ഇത്രയും ദൂരെ വന്നത് ഒരിക്കലും വെറുതെ ആകില്ല കേട്ടോ.
വെറുതെ ആകില്ല. എന്തോ ഒരു ദൈവനിശ്ചയമുണ്ട്. ദൈവം നൽകുന്ന ചില ഉയർത്തെഴുന്നേൽക്കലുകൾ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം എല്ലാത്തിനും ഒരു പുതിയ തുടക്കം ഉണ്ടാകട്ടെ. പുതിയ തുടക്കം, ഒന്നേന്ന് തുടങ്ങാൻ ചിലർക്ക് അങ്ങനെയാണ്. ഒന്നേന്ന് തുടങ്ങാൻ ചില ഭാഗ്യം ഉണ്ടാവും. ആമേൻ. ഒന്നിരിക്കാമോ? ഒരു പ്രധാനപ്പെട്ട കുഞ്ഞു കാര്യം നിങ്ങളോട് ഒന്ന് ശ്രദ്ധിച്ച് പറയുവാണ്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, അതൊന്ന് ഓർമ്മിപ്പിക്കുവാണ്. ഇപ്പോൾ എന്നോട് ചിലർ വന്ന് പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ ഇന്നയാൾ ഇവിടെ വന്നില്ല, പുള്ളി ഒന്ന് വന്നായിരുന്നതിൽ ആഗ്രഹമുണ്ട്. ഇഷ്ടമില്ലാത്തവർ വരണ്ട. പക്ഷെ വേറെ കാര്യമുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ബൈബിളിലുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ പറയും, എൻ്റെ മൂത്ത മകനൊന്നും വന്നായിരുന്നെങ്കിൽ വീട്ടിൽ കിടന്നും ബഹളവാ, അവന് ഇഷ്ടമില്ല, ഇപ്പം വരണ്ടെന്നേ. അവനെ മസിൽ പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് അങ്ങനെ ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരരുത്. സ്വന്തം ഇഷ്ടത്തോടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴേ അത് അനുഗ്രഹമാകത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിനും പ്രശ്നമായിരിക്കും. അവരുള്ള വിശ്വാസം തന്നെ പോകും. ആരെ നിർബന്ധിക്കരുത്. ഞാൻ പ്രസംഗം പറയും, ആരെ നിർബന്ധിച്ച് കുമ്പസാരിപ്പിക്കരുത്, ആരെ നിർബന്ധിച്ച് ധ്യാനം. നിങ്ങൾ പ്രാർത്ഥിക്കുക, ആ സമയത്ത് അത് നല്ല രീതിയോട്ട് വരും. തിളച്ച വെള്ളം തണുക്കും, ഉറപ്പാണ്. ഇച്ചിരി വെയിറ്റ് ചെയ്യണം. ഇച്ചിരി വെയിറ്റ് ചെയ്യുമ്പം അതായത് നമ്മുടെ വീട്ടിലെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. അവർക്കുള്ള അനുഗ്രഹം നിങ്ങളും മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഞാൻ ആ വാക്യം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. പ്രസംഗമല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരു ഗുണം കിട്ടുന്നൊരു വാക്യമാണ്. 21-ാമത്തെ വാക്യം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിൽ. 22-ാമത്തെ വാക്യം. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വ്യക്തി പ്രാർത്ഥിച്ചയാൾ ഒരു അമ്മയാണ്. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചേ? മകൾക്ക് വേണ്ടി. മകള് വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല, മകളില്ല. ഞാനിത് കുറേ നേരം വായിച്ചു ചോദിച്ചു, അമ്മ മകളെയും കൊണ്ടാണോ വന്നതെന്ന്. മകളുമില്ല, മകള് വീട്ടിലാണ്. മകൾക്ക് വേണ്ടി അമ്മ വന്നിരിക്കുവാണ്. മകൾക്ക് കിട്ടേണ്ട അനുഗ്രഹം അമ്മ മേടിച്ചുകൊണ്ട് വീട്ടിൽ ചെല്ലുവാണ്. ഇതിനകത്തുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മ പ്രാർത്ഥിച്ച് മക്കൾക്കുള്ള അനുഗ്രഹവും മേടിച്ചോണ്ട് പോകാൻ പറ്റും. എൻ്റെ പള്ളി വരാത്ത, വിശ്വാസത്തിന് അകന്നു നിൽക്കുന്ന, എല്ലാത്തിനും എതിർക്കുന്ന എൻ്റെ മകനുള്ളൊരു അനുഗ്രഹവും തന്ന് എന്നെ പറഞ്ഞു വിടണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ജീവിത പങ്കാളിക്ക് ഇതിലൊന്നൊരു വിശ്വാസമില്ല, പുള്ളി പള്ളിയിലൊന്നും പോകത്തില്ല, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ട ഒരു അനുഗ്രഹം കൂടി എൻ്റെ കയ്യിൽ തന്നു വിടണേ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കുള്ള അനുഗ്രഹത്തെ പ്രാർത്ഥിച്ച് മേടിക്കാൻ പറ്റും. എന്നിട്ട് ഈ വ്യക്തി, അമ്മ വന്ന്, കൊച്ചെവിടെ? യേശു ചോദിച്ചല്ലോ, കൊച്ചെന്തിയെ, മകളെന്തിയെ? മകള് വന്നിട്ടില്ല, മകള് വീട്ടിലാണ്. അമ്മ വന്നിരിക്കുന്നത് മകൾക്ക് വേണ്ടിയാണ്. ഇനി 25-ാമത്തെ വാക്യം. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്തിനാ വന്നെന്നറിയാമോ? മകൾക്ക് ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അവളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. അവളെ ഓർത്ത് ഭാരമുണ്ട്. മകൾക്ക് വേണ്ടി, ഇവിടെയുണ്ട് മകൾക്ക് വേണ്ടി, മകന് വേണ്ടി വന്നവർ. നിങ്ങൾ പ്രാർത്ഥിച്ച അവർക്കുള്ള അനുഗ്രഹത്തെ നിങ്ങളുടെ കയ്യിൽ ദൈവം തരും. ഇനി 28-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. അമ്മയോട് പറഞ്ഞു, അമ്മ, നിങ്ങളുടെ വിശ്വാസം ഭയങ്കര ഗ്രേറ്റ് ആണ്, സൂപ്പറാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ പിള്ളേരും ആ കൂട്ടത്തിൽ അനുഗ്രഹിക്കപ്പെടും. വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. എന്താ ആഗ്രഹം? എൻ്റെ കൊച്ചൊന്ന് രക്ഷപ്പെട്ടാൽ മതി, എൻ്റെ പിള്ളേരൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി, അതാണ് ആഗ്രഹം. തിരിച്ചു ചെന്നപ്പോഴോ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. വീടിനകത്ത് സൗഖ്യം കയറി വന്നു. അപ്പോൾ മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹത്തെ ഇപ്പം മേടിച്ചെടുത്തത് ആരാ? അമ്മയാണ്. മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹം മകളല്ല, അമ്മ പോയി അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന. ഇതുപോലെ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അനുഗ്രഹയിൽ വരുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വന്നിട്ടില്ലായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ പോകുന്നത് പോലും ഇഷ്ടമുണ്ടാവില്ല. ഇതിനെ ഇഷ്ടത്തോടെ ആയിരിക്കില്ല കാണുന്നത്. അവർക്കുള്ള ഒരു അനുഗ്രഹവും മേടിച്ചുകൊണ്ട് ഇന്ന് പോകണം.
അവർ ദൈവത്തെ അറിയാൻ ഇടവരണം. ഹല്ലേലൂയ. ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ, നിങ്ങളത് ആർക്കെങ്കിലുമൊക്കെ അയക്കുന്നെങ്കിൽ ചുമ്മാ അയക്കല്ല് കേട്ടോ, ചുമ്മാ അങ്ങ് തെറ്റിച്ച് വിടല്. ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം, കർത്താവേ, ഞാൻ എൻ്റെ പിള്ളേർ കാനഡയിലുള്ള എൻ്റെ കൊച്ചിനാണ് ഇത് അയക്കുന്നത്. അവൻ ഇത് എപ്പോഴേലും ഇതിൻ്റെ അറ്റവും മൂലം ആ സൈഡെങ്കിലും ഒന്ന് കേട്ടേച്ച് അവനൊരു ദൈവാനുഗ്രഹം കൊടുക്കണേ, അവനൊരു മാനസാന്തരം കൊടുക്കണേ. പ്രാർത്ഥിച്ചത് കൊടുക്ക്. അത് അവൻ്റെ ജീവിതത്തിൽ ചലനം ഉണ്ടാക്കും. ചുമ്മാ ഒരു മെസ്സേജ് ആണെങ്കിൽ പോലും അത് പ്രാർത്ഥിച്ചേ അയക്കാവുള്ളൂ. എന്ത് പ്രാർത്ഥിക്കണം? ഇത് അയച്ചു കൊടുക്കുന്നവർ ദൈവത്തെ അറിയാനും ദൈവസ്നേഹം അറിയാനും ദൈവത്തിലേക്ക് വരാനും ഇടയാകണേ എന്ന് പ്രാർത്ഥിച്ചു. പുറത്തൊന്നും പ്രാർത്ഥിക്കേണ്ട, ഉള്ളിൽ. ഹല്ലേലൂയ. ഈ ഒരൊറ്റ വചനം പറഞ്ഞു നിർത്തുവാണ്. മകൾക്ക് വേണ്ട അനുഗ്രഹത്തെ അമ്മ ചെന്ന് പ്രാർത്ഥിച്ച് മേടിച്ചുകൊണ്ട് ആ സമയം മുതൽ ആ കൊച്ചു രക്ഷപ്പെട്ടു. ഇത് നിങ്ങൾക്കും പറ്റും, എനിക്കും പറ്റും. എൻ്റെ വീടിന് കിട്ടേണ്ട അനുഗ്രഹത്തെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എല്ലാം കിടന്ന് തൊണ്ണ കീറി പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലത്തെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നില്ലല്ലോ, എൻ്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിലുണ്ടായ അനുഗ്രഹം ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷകർ കണ്ടിട്ടുണ്ട്. അവർ അത്ഭുതപ്പെട്ട് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്കുള്ള അനുഗ്രഹത്തെ നമുക്ക് മേടിക്കാൻ പറ്റും. വിശ്വസിക്കുന്നെങ്കിൽ ആ കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് ഇരുന്ന് കണ്ണുകളൊക്കെ ഒന്ന് അടച്ചേ. ഇപ്പോൾ ആ അമ്മ മിക്കവാറും മകളെയും കൂടെ വിളിച്ചതായിരിക്കും, വാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഇല്ല, അമ്മ വേണേ പോകോ, എനിക്കിത് താല്പര്യമില്ലെന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. എൻ്റെ ഒരു വിചാരം, ഭാവനയിൽ ഞാൻ അങ്ങനെ കാണുവാണ്. പക്ഷെ എന്തായാലും അമ്മ പറഞ്ഞില്ല, നീ വരുന്നില്ല ഞാനും പോകുന്നില്ലെന്നല്ല, എന്നാൽ ഞാനും പോകുന്നില്ല എന്നാൽ വേണ്ടെന്നല്ല. അമ്മ പോയി, അവിടെ നിന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നത് ഒരനുഗ്രഹമായിട്ട് മടങ്ങി വന്നേ. വീട്ടിൽ കയറിയപ്പം വിടുതലാ കണ്ടേ. നിങ്ങളും പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ദൈവം പ്രവർത്തിച്ചിന് അടയാളം കാണാൻ ഇടവരട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചില മാറ്റങ്ങൾ ഉണ്ടായത് ഇതിന് അടയാളം കാണണം. അതാ രാവിലെ പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ശുശ്രൂഷ ഈ വൈകുന്നേരമല്ല, ഇത് പകൽ സമയത്താ, 100 കൂട്ടം പണിയുള്ള സമയത്ത്, ആൾക്കാർ സമയമില്ലാത്ത സമയത്ത് സമയം ഉണ്ടാക്കി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴേ അനുഗ്രഹങ്ങൾ കൊണ്ട്, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ കൊണ്ട് ഈ ശുശ്രൂഷയെ അങ്ങ് മനോഹരമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് വെറുതെയല്ല, ഇതൊരു അനുഗ്രഹമാണ്. ഒന്ന് കണ്ണുകളെ അടയ്ക്കുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും വിശ്വാസത്തിൽ നിന്ന് അകന്നാണോ നിൽക്കുന്നേ, പ്രാർത്ഥനയിൽ നിന്ന് അകന്നാണോ നിൽക്കുന്നേ, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നിങ്ങൾ മേടിച്ചോണ്ട് പോക്കോ. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതേ ദൈവം കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വീടിന്റെ അവസ്ഥ ദൈവത്തിന് അറിയാം കേട്ടോ. ആ വ്യക്തിയുടെ മനസ്സൊക്കെ ഇച്ചിരി മാറി വരുന്നുണ്ട് കേട്ടോ. ആ വ്യക്തി കുറേശ്ശെ ദൈവത്തിലേക്ക് അടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു സ്വഭാവത്തിൽ കുഞ്ഞു മാറ്റമൊക്കെ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ചില അടയാളങ്ങളെ കാണും, നിങ്ങൾ ചില അത്ഭുതങ്ങളെ കാണും. ഈ അനുഗ്രഹയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിന്റെ കരത്തിന്റെ താഴെ നിന്ന് നിങ്ങളും ഒരു സാക്ഷ്യത്തെ പറയും, നിങ്ങളും ഒരു അനുഗ്രഹം വിളിച്ചു പറയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്ര ഉറപ്പിച്ചത് പറയാൻ കാരണം അറിയാമോ? ഇത് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. ഇവിടെ മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ. ഇത് ആരാധനയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിനും മാത്രം അവിടെ ദൈവം പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ദശാംശം, സ്തോത്രക്കാഴ്ച, പിരിവ്, കെട്ടിടം പണിയുണ്ട്. അവിടെ നിങ്ങൾ പൈസ ഇടണം, അവിടെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഓഫീസിൽ നിന്ന് മേടിച്ചോണ്ട് പോകണം എന്നൊന്നും ഇവിടെ ആരും പ്രസംഗിക്കത്തില്ല. ഇവിടെ നിങ്ങൾ പൈസ ഉണ്ടേ തരിക, ഇല്ലേ തരണ്ട. നിങ്ങൾ സന്തോഷത്തോടെ വരിക, ഒരു വീട് പോലെ പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ മടങ്ങിപ്പോവുക. ഉണ്ടെങ്കിൽ കൊടുക്കുക. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ആരോടും പൈസ ചോദിച്ചിട്ടില്ല ഈ ദിവസം വരെ, ഈ നാളുകൾ വരെ. തരാവോ, നിങ്ങൾ 2 ലക്ഷം രൂപ തരാവോ ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിപാലനയാണ് ഇവിടെ ആവശ്യം. എന്നറിയാം, ഇവിടെ പണം വർദ്ധിക്കേണ്ടതല്ല ഇവിടുത്തെ ആവശ്യം. ഇവിടെ ദൈവ സാന്നിധ്യം വർദ്ധിച്ചു വരണം. വെറുതെ ആയാലും ഈ മുറ്റത്ത് വന്ന് കയറി പോകുന്ന ഒരു അനുഗ്രഹം പ്രാപിച്ചു പോകണം. ഒരാൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് വണ്ടി ഇച്ചിരി അപ്പുറത്ത് നിർത്തി, പോണോ വേണ്ടയോ എന്നിട്ട് വണ്ടി റിവേഴ്സ് വെച്ച് ഹോസ്പിറ്റലിൻ്റെ അവിടെ വണ്ടി ഇട്ട് ഇവിടെ കയറി വന്ന് അയാൾ അവിടെ ചെന്നപ്പോൾ ഒരു അത്ഭുതത്തെ കണ്ടു.
ഇവിടെ കയറി വന്ന് ഇവിടെ ശുശ്രൂഷ ഉള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ ഈ മുറ്റത്തൊക്കെ വന്ന് പോകുമ്പം അവർ അനുഗ്രഹമായിട്ട് പോകാൻ പറ്റണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് നിങ്ങളുടെ കൂടെ ഒരു വീടാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏത് സങ്കടം വരുമ്പോഴും ഓടിക്കേറി 1 രൂപ കൊടുക്കാതെ കയറി വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? അങ്ങനെ എവിടെയുണ്ട്? 1 രൂപ കൊടുക്കാതെ ഒരു ഓഫീസിൽ ഒരു ചുമ്മാ ഒരു ചുക്കിളി പേപ്പർ രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ പോരെ? പേരും വീട്ടുപേരും ഒരു ആധാരം 1 രൂപ കൊടുക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്കൊരു ഭവനം ദൈവം ഒരുക്കിയില്ല. നന്ദി പറയട്ടെ. ഞങ്ങളുടെ പ്ലാനിലുണ്ടായതല്ല. എവിടെ പറ്റും? വടുവഞ്ചാൽ ടൗണിലോ എവിടെയോ റൂം എടുക്കണേ 1000 രൂപ കൊടുക്കണ്ടേ? 500 ഷാപ്പാട് ഹോട്ടലിൽ പോയി കഴിക്കണ്ടേ? ഒരു ഹോട്ടലിൽ പോയി കഴിക്കണ്ടേ? ഇവിടെ നിങ്ങൾക്ക് എവിടെ വരുമ്പോഴും എല്ലാ ഗേറ്റും തുറന്നിട്ടിരിക്കുക. സ്വന്തം വീട്ടിൽ വരുന്ന സ്വാതന്ത്ര്യത്തോടെ കയറി പോകുന്നു. എല്ലാ ഉള്ള സൗകര്യത്തിൽ ഒരുമിച്ചൊരു കുടുംബം പോലെ. ഇതൊരു ഭാഗ്യമല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊരു ദൈവ ഭവനമായി എന്നും നിലനിൽക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു ദൈവ ഭവനമായി. ഇവിടെ ഒരുപാട് പൈസ ഉണ്ടായി ഇവിടെ കുറേ കെട്ടിടം വരാൻ വേണ്ടി ഒരെണ്ണം പ്രാർത്ഥിച്ചേക്കരുത്. ഇവിടെ പൈസ അധികം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോണം. ഇവിടെ അധികം പണം ഉണ്ടാകാതിരിക്കാൻ, ഇവിടെ അധികം വലിയ പൈസ വന്ന് ഒന്നുകൂടാതിരിക്കാൻ നിങ്ങൾ എന്നും പ്രാർത്ഥിച്ചോണം. ഇവിടെ എല്ലാ ദിവസവും വചനം പറയുന്ന ഒരു ശുശ്രൂഷ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും വചനം, ഞങ്ങളുടെ ജീവൻ തരുന്ന വചനം കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ സ്ഥലം ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് മുടങ്ങിപ്പോകാതെ നടന്നു പോകാൻ നിങ്ങളുടെ വീട് പോലെ കണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഇത് ദൈവത്തിൻ്റെ കാര്യമാണ്. അതിന് അത്രയും പ്രാർത്ഥന ആവശ്യമുണ്ട്. ഇതിൻ്റെ നന്മ അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട്. ഇതിൻ്റെ നന്മ അനുഭവിക്കുന്നവർ ഓസ്ട്രേലിയയിൽ നിന്ന് ആൾക്കാർ വരും. ടിക്കറ്റ് എടുത്ത് ലക്ഷങ്ങൾ രൂപ ടിക്കറ്റ് എടുത്ത് ഈ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് കൂടെ. അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരും. വേറെ ഒരു ഉദ്ദേശമില്ല. ആ കൂട്ടത്തിൽ 2 ബന്ധുക്കളെയും കാണണം. മെയിൻ ഉദ്ദേശം ഇവിടെ വരാനുള്ളതാണ്. ആളുകൾ ഇവിടെ വരുന്നു ഇത്രയും ദൂരെ, അതും അങ്ങ് കാട്ടുമുക്കിൽ, അങ്ങ് ഉള്ളിൽ. എത്ര ദൂരം യാത്ര ചെയ്താൽ ഇതങ്ങാ പട്ടണത്തിൽ വല്ലതുമായിരുന്നെങ്കിലോ? ദൈവം ചില ഒലിവുമല അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിലാണ്. നമ്മളിവിടെ ഇരിക്കുന്ന ആരും ഒറ്റയ്ക്കല്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ അറിയത്തൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ വീട്ടിലൊരു അത്ഭുതം നടക്കാനല്ല ഇവിടെ കാറി കൂവുന്നത്. എൻ്റെ സഹോദരനോ എൻ്റെ കുടുംബത്തിലൊക്കെ വലിയ അത്ഭുതം നടക്കണമെന്ന് പറഞ്ഞല്ല. അവരൊന്നും മനസ്സിൽ പോലും ഈ പ്രസംഗിക്കുന്ന സമയത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലുള്ളത് ഇവിടെ ഇരിക്കുന്ന പല മുഖങ്ങളാണ്. ഇന്നലെ വ്യാഴാഴ്ച കണ്ട മുഖവും ഇന്ന് വെള്ളിയാഴ്ച രാവിലെ കണ്ട ചില കരയുന്ന മുഖവുമാണ്. എൻ്റെ അമ്മയുടെയോ എൻ്റെ അപ്പൻ്റെയോ സഹോദരൻ്റെയോ കുടുംബത്തിൻ്റെ മുഖം ഈ മണിക്കൂറിൽ ഇപ്പം ഈ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഓർത്തുന്നാൽ ഇത്രയും മണിക്കൂർ ഓർത്തിട്ടില്ല. ഞാൻ ഓർത്തത് രാവിലെ എൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞ ആള്. ഇന്നലെ സങ്കടപ്പെട്ട ആള്. അതാ പറഞ്ഞത്, നിങ്ങൾ പോയാലും ചില മുഖങ്ങൾ മനസ്സിൽ നിന്ന് പോകത്തില്ല. ചിലർ പൊഴിച്ച കണ്ണുനീർ നമ്മൾക്ക് മറക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ച്, രക്ഷിതാവിനെ കാൺക പാവി, നിന്റെ പേർക്കല്ലയോ. രക്ഷിതാവിനെ കാൺക പാവി, രക്ഷിതാവിനെ കാൺക പാവി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാവി, രക്ഷിതാവിനെ കാൺക പാവി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ